ഈ മിനിസ്ട്രിയുടെ മുൻനിര പ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുന്നു. കഴിഞ്ഞ 2-3 ആഴ്ച എനിക്ക് ആയിരിക്കാൻ കഴിഞ്ഞില്ല, അല്പം തിരക്കിലായിരുന്നു. എങ്കിലും ഇന്ന് നിങ്ങളോട് ഒരുമിച്ച് ആയിരിക്കാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഗിരിപ്രഭാഷണം പഠിക്കാൻ ഒത്തിരിയുണ്ട്. എങ്കിലും ഞാൻ അടുത്ത ഒരു ക്ലാസ്സോടുകൂടെ ഞാനത് വൈൻഡപ്പ് ചെയ്യും. അതുകൊണ്ട് ഇന്ന് കഴിയുന്നത്ര കാര്യങ്ങൾ ദൈവവചനത്തിലൂടെ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ഒരു ക്ലാസ്സോടുകൂടെ വചനം തീർന്നു പോയിട്ടല്ല, മറിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ എനിക്ക് അല്പം തിരക്കുണ്ട്. മറ്റൊന്നും കരുതരുത്. നമുക്ക് ഇത്രത്തോളം വചനം പഠിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവസരം തന്നു. എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ചില മിനിറ്റുകൾ നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധ ക്ഷണിക്കുകയാണ്. മുഖവുര അധികം പറഞ്ഞ് സമയം കളയുന്നില്ല. ഗിരിപ്രഭാഷണം അതേ മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 1 മുതൽ വാക്യങ്ങൾ നമ്മൾ പഠിച്ചു വരികയായിരുന്നു. ഒടുവിലായി നമ്മൾ ചിന്തിച്ചത് മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യമാണ് ഒടുവിൽ നമ്മൾ ചിന്തിച്ചത്. സ്വർഗരാജ്യത്തിലെ ചെറിയവരും സ്വർഗരാജ്യത്തിൽ വലിയവരും എന്നുള്ള ചിന്ത നമ്മൾ ചിന്തിച്ചു. ഒന്നുകൂടി അത് ആഴത്തിൽ ബോധ്യപ്പെടാൻ വേണ്ടി അത് 1-2 സംശയങ്ങൾ ചോദിച്ചിരുന്നു. ഒന്നോടെ ആഴത്തിൽ അത് ബോധ്യപ്പെടാൻ വേണ്ടി ഒന്നോടെ ഒരു പോയിന്റോടെ പറഞ്ഞ് അടുത്ത ഭാഗത്തേക്ക് ഞാൻ പ്രവേശിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സംശയങ്ങൾ നല്ലതാണ്, കാരണം നിങ്ങൾ വചനം നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടെന്നുള്ള തെളിവാണ്. നമ്മുടെ അധ്യാപകരൊക്കെ പറയുന്നത് പോലെ സംശയങ്ങളില്ലെങ്കിൽ അതിന്റെ അർത്ഥം എല്ലാം മനസ്സിലായി എന്നും അല്ലെങ്കിൽ ഒന്നും മനസ്സിലായിട്ടില്ല എന്നുമാണ്. അപ്പൊ സംശയങ്ങൾ നല്ലതാണ്, തീർച്ചയായും. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒന്നോടെ ഞാനത് ആ വചനത്തെ ഒന്നോടെ ഒരു പോയിന്റോടെ ചേർത്ത് ഞാൻ അതിനെ ഒന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ആ വചനം ഇങ്ങനെയാണ്: ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ, ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്നഴിക്കുകയും മനുഷ്യനെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. ഈ വാക്യമാണ് നമ്മൾ അന്ന് ചിന്തിച്ചത്. യഥാർത്ഥത്തിൽ 2 നിലകളിലാണ് ദൈവവചനം അഴിച്ചു പഠിപ്പിക്കുന്നത്. അതിൽ അതോടെ പറഞ്ഞാലേ അത് പൂർണ്ണമാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ വചനം ഒന്നോടെ വായിപ്പാൻ ഇടയായി തീർന്നത്. 2 നിലകളിലാണ് ദൈവവചനം അഴിച്ചു പഠിപ്പിക്കുന്നത്. ഇവിടെ പറയുന്ന ഈ ഭാഗത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവർ ദൈവരാജ്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. സ്വർഗരാജ്യത്തിൽ ഇവർ ഉണ്ട്. സ്വർഗരാജ്യത്തിൽ ഉള്ളപ്പോൾ തന്നെ അവരെയാണ് ചെറിയവരെന്ന് എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. ഇവർ ഓൾറെഡി ദൈവരാജ്യത്തിലുണ്ട്. അപ്പോൾ ഈ ചെറിയവരാരാണ്? ഇവിടെ വചനം അഴിച്ചു പഠിപ്പിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത്രയേ ഉള്ളൂ. വചനത്തിന് അതിന്റെ പ്രാധാന്യം നൽകാതെ പഠിപ്പിക്കുന്നു. ഒന്നോടെ പറഞ്ഞാൽ, ഇവർ ഉപദേശം ദുർവ്യാഖ്യാനം ചെയ്യുന്നില്ല. ഇവർ ദുർവ്യാഖ്യാനം ചെയ്യുന്നില്ല. എങ്കിലും നമ്മൾ ചിലരെ കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടല്ലോ, നമുക്കറിയാമല്ലോ. പൊത്തുപൊരുത്തമായ അനുഭവങ്ങളിലൂടെ എന്ന് പറഞ്ഞാൽ ഉപദേശത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ, ചില വചനഭാഗങ്ങളോടുള്ള ബന്ധത്തിൽ അതിന് പ്രാധാന്യം കൽപ്പിക്കാത്ത ഒത്തിരി ആളുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ വചനം ദുർവ്യാഖ്യാനം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഉപദേശത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നില്ല. സത്യം പറഞ്ഞാൽ ഈ ദൈവവചനത്തെ, അതിന്റെ ഉപദേശത്തെ അഴിച്ച് പഠിപ്പിച്ചാൽ അവരെ സംബന്ധിച്ച് ദൈവവചനം പറയുന്നത് അവർ ശപിക്കപ്പെട്ടവരാണ് എന്നാണ്. ശപിക്കപ്പെട്ടവരൊരിക്കലും എവിടെ കാണുകയില്ല? ദൈവരാജ്യത്തിൽ കാണില്ല, സ്വർഗരാജ്യത്തിൽ കാണില്ല. എന്നാൽ ഇവിടെ വചനം അഴിച്ച് പഠിപ്പിക്കുന്നവർ അല്ലെങ്കിൽ അവയെ അങ്ങനെ കാണുന്നവർ, ഇവർ
സ്വർഗരാജ്യത്തിൽ ചെറിയവരെന്ന്, ഇവർ സ്വർഗരാജ്യത്തിൽ ഉണ്ടെന്നാണ് ഈ വാക്യത്തിൽ നമ്മൾ വായിപ്പാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഉപദേശം ദുർവ്യാഖ്യാനം ചെയ്യാതെ, ഉപദേശത്തെ തൊടാതെ, വചനങ്ങൾ ആകമാനം അതിന് വേണ്ട പരിഗണന നൽകാതെ, എന്ന് പറഞ്ഞാൽ പ്രാധാന്യം നൽകാതെ പഠിപ്പിക്കുന്ന ഒരു കൂട്ടരെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അവർ ദൈവരാജ്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മെ അതിശയിപ്പിക്കുന്ന കാര്യം. ഓക്കെ, അതങ്ങ് വിടുകയാണ്. അപ്പോൾ ഉപദേശം ദുർവ്യാഖ്യാനം ചെയ്യുന്നവനെ സംബന്ധിച്ച് അവൻ ദൈവരാജ്യത്തിലില്ല. ഓക്കെ, ഉപദേശം ദുർവ്യാഖ്യാനം ചെയ്താൽ, ഉപദേശം അഴിച്ചു പഠിപ്പിച്ചാൽ, അതിൽ മായം ചേർത്താൽ, അതിൽ കലർപ്പുണ്ടാക്കിയാൽ അവൻ ദൈവരാജ്യത്തിൽ എത്തില്ലെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എന്ത് ചെയ്തത്, ചില പോയിന്റുകൾ എടുത്ത് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ദൈവവചനം അഴിച്ചു പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഉപദേശത്തെ ദുർവ്യാഖ്യാനം ചെയ്യാതെ, ഉപദേശത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ പോലും ദൈവവചനത്തിന് മറ്റുള്ള വചനങ്ങൾക്ക്, ഉപദേശമാണ് ദൈവവചനത്തിൽ ഏറെയെങ്കിലും ചില കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ പഠിപ്പിക്കുകയും അതങ്ങനെ തന്നെ ആചരിക്കുകയും ചെയ്യുന്ന ചിലരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവർ സ്വർഗരാജ്യത്തിൽ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ അവർക്കുള്ള പ്രതിഫലവും അവർക്കുള്ള ഓഹരിയും കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, ഞാൻ ആ ഭാഗം വിടുകയാണ്. എന്നാൽ രണ്ടാമത്, ഉപദേശം എന്ന് പറഞ്ഞാൽ ഉപദേശപരമായ വിഷയങ്ങൾ എടുത്ത് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു കൂട്ടരുണ്ട്. അവരെ സംബന്ധിച്ച് അവർ സ്വർഗരാജ്യത്തിന്റെ പടി കണി കാണുക പോലുമില്ല എന്ന് പറഞ്ഞാൽ, ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത് ഇങ്ങനെയാണ്, സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി, സ്വയത്തെ ഉയർത്താൻ വേണ്ടി ദൈവവചനത്തെ എന്ന് പറഞ്ഞാൽ ഉപദേശത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുണ്ട്. അതുപോലെ ദുരുപദേശം പങ്കുവെക്കുന്നവരുണ്ട്. അതുപോലെ ദൈവവചനത്തെ വിൽപ്പന ചരക്കാക്കുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യാദികൾ ചെയ്യുന്നവനൊന്നും സ്വർഗം കണി കാണില്ലെന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പോൾ മനസ്സിലാക്കണം, ഒന്നാമത്തെ കൂട്ടർ എന്ന് പറഞ്ഞാൽ അവർ ഉപദേശത്തെ വളച്ചൊടിക്കുന്നില്ല, അവർ ഉപദേശത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ വചനത്തിന് വേണ്ട പ്രാധാന്യം കൊടുക്കാതെ അവർ ജീവിക്കുകയും അവർ പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ആമേൻ. അവരെ കുറിച്ചാണ് ദൈവവചനം പറയുന്നത്, സ്വർഗരാജ്യത്തിൽ അവൻ ഉണ്ടാകും, അവൻ ചെറിയവൻ എന്ന്. എന്നാൽ രണ്ടാമത്തെ കൂട്ടർ ഇങ്ങനെയാണ്, അവർ ഉപദേശത്തെ വളച്ചൊടിക്കുകയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇനി ആവർത്തിക്കുന്നില്ല. അവനെക്കുറിച്ച് വചനം പറയുന്നത് അവൻ ശപിക്കപ്പെട്ടവനാണ്. സദൃശ്യവാക്യം 30:6 പറയുന്നത് വചനത്തോട് ആ നിലയിൽ കൂട്ടുന്നവൻ കള്ളനാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആരാണ് ദൈവരാജ്യത്തിൽ ചെറിയവൻ എന്ന് കണ്ടു, ആരാണ് ദൈവരാജ്യത്തിൽ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് നമുക്കറിയാം. അത് ആ വാക്യത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന്റെ കൽപ്പന ആചരിക്കുകയും ആചരിക്കുന്ന കൽപ്പന അതുപോലെ പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ വലിയവൻ. ഇത് കഴിഞ്ഞ ക്ലാസിന്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിൽ ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വചനഭാഗം മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 21, 22 വാക്യങ്ങളാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. മത്തായി സുവിശേഷം 5-ാം അധ്യായം 21, 22 വാക്യം. കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ആകയാൽ നിന്റെ വഴിപാടി. ഓക്കെ, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഈ ദൈവസഭയ്ക്കകത്തും നമ്മുടെ കൂട്ടായ്മയ്ക്കകത്തൊന്നും അധികം പ്രതിപാദിക്കാത്ത, അധികം പ്രസംഗിക്കാത്ത, അധികം പഠിപ്പിക്കാത്ത ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ വായിച്ച വാക്യങ്ങൾ. ഇവിടെ
വളരെ അർത്ഥവത്തായ ചില യാഥാർത്ഥ്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ഞാനടക്കം, കേൾക്കുന്ന നിങ്ങളടക്കം, ശുശ്രൂഷകന്മാരായിരുന്നാലും ദൈവമക്കളായിരുന്നാലും ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ കേൾക്കേണ്ടതും അറിയേണ്ടതും അംഗീകരിക്കേണ്ടതും അനുസരിക്കേണ്ടതുമായ ചില വചനത്തിന്റെ ഭാഗങ്ങൾ കർത്താവിന്റെ ആത്മാവ് എനിക്ക് തന്നത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ യേശുവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന യഹൂദന്മാർ കുലപാതകം ദൈവനിഷിദ്ധമെന്ന് എന്നും അതുപോലെ തന്നെ കൊലപാതകം ചെയ്യുന്നവർ ശിക്ഷ അനുഭവിക്കണമെന്നും അംഗീകരിച്ചിരുന്നു. അതവർ ചെയ്തും പോന്നിരുന്നു. ന്യായപ്രമാണം നൽകുന്നതിന് മുമ്പ് ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെയും നമ്മൾക്ക് അതിൻ്റെ ആഴമായൊരു ചിന്ത നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യം ഒന്ന് നമുക്ക് വായിക്കാം. ആരെങ്കിലും മനുഷ്യൻ രക്തം ചൊരിയിച്ചാൽ അവന്റെ രക്തം മനുഷ്യൻ ചൊരിയിക്കും. ദൈവത്തിന്റെ സ്വരൂപത്തിലല്ലോ മനുഷ്യനെ ഉണ്ടാക്കിയത്. ഓക്കെ, ഇവിടെയും നമ്മൾ കാണുന്ന ഒരു കാര്യം, മനുഷ്യന്റെ രക്തം ആരെങ്കിലും ചൊരിയിച്ചാൽ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം ലഭിക്കുന്നതിന് മുൻപും കുലപാതകം അത് തെറ്റാണെന്ന് ദൈവവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുക. ന്യായപ്രമാണത്തിന് ശേഷവും നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 13-ാം വാക്യം നമ്മൾ പഠിക്കുമ്പോഴും കുല ചെയ്യരുത്, കണ്ടില്ലേ? അപ്പോൾ ന്യായപ്രമാണം ലഭിക്കുന്നതിന് മുമ്പും ന്യായപ്രമാണം ലഭിച്ചതിന് ശേഷവും കുലപാതകത്തെ ദൈവവചനം എതിർക്കുന്നു. വിശേഷാൽ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലൊക്കെ ജീവിച്ചിരുന്ന യഹൂദന്മാർ ഈ കുലപാതകത്തെ എതിർക്കുക മാത്രമല്ല, അവർ മരണശിക്ഷ അനുഭവിക്കണം, അവൻ ശിക്ഷ അനുഭവിക്കണം എന്ന് വിശ്വസിച്ചിരുന്നവരാണ്, അല്ലെങ്കിൽ അങ്ങനെ അംഗീകരിച്ചിരുന്നവരാണ്. ഇവിടെ കുലപാതകം ചെയ്യുന്നത് മാത്രം തെറ്റ് എന്നുള്ളതിനേക്കാൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും തെറ്റാണെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ കൊലപാതകം ചെയ്യുന്നതല്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും തെറ്റാണെന്നാണ് യേശു പഠിപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ കൊലപാതകത്തെക്കുറിച്ച് കുല ചെയ്യരുത് എന്ന് പറയുമ്പോൾ യേശു കർത്താവ് പറയുന്നു, കുലപാതകത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും തെറ്റാണ്, ചിന്തിക്കുന്നത് പോലും പാപമാണ്. താഴേക്ക് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. കാരണം കർത്താവ് കുലപാതകത്തിന്റെ ഉറവിടം കണ്ടെത്തി ഒരു ഉറവിട നശീകരണം നടത്തുകയാണ്. മനസ്സിലായോ? പഴയ നിയമത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ കുലപാതകം തെറ്റ്, എന്നാൽ പുതിയ നിയമം പഠിക്കുമ്പോൾ കുറച്ചുകൂടെ കട്ടി കൂടുതലാ. കുലപാതകത്തിലേക്ക് നയിക്കുന്ന ചിന്ത പോലും തെറ്റാണെന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ ആദ്യ കൊലപാതകം നടന്നത് 4-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നത്, കയീന് കോപമുണ്ടായി, അല്ലേ? കോപമാണ് കൊലപാതകത്തിന് കാരണമായി തീർന്നത്. പഴയ നിയമം കുലപാതകത്തെ എതിർക്കുമ്പോൾ പുതിയ നിയമം അതിനു മുൻപുള്ള കോപത്തെ എതിർക്കുന്നു. നിങ്ങൾ മനസ്സിലായോ? പഴയ നിയമത്തിൽ കുലപാതകത്തെ എതിർക്കുമ്പോൾ യേശു കർത്താവ് തന്റെ വചനത്താൽ പുതിയ നിയമത്തിൽ കുലപാതകത്തിന്റെ മുൻപ് അതിന് കാരണമായി തീരുന്ന കോപത്തെയാണ് എന്ത് ചെയ്യുന്നത്? എതിർക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെയാണ്, സഹോദരനോട് അല്ലെങ്കിൽ സഹോദരിയോട് കോപിക്കരുത്, അത് ന്യായവിധിക്ക് യോഗ്യനാകും. നിസ്സാര എന്ന് പറയരുത്, ആരെയും നമ്മൾ വില കുറച്ച് കാണരുത്. ഈ കാലഘട്ടത്തിൽ അല്പമൊക്കെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ ദൈവം തന്ന നന്മകളെ, അനുഗ്രഹങ്ങളെ മറന്ന് മറ്റുള്ളവരെ നിസ്സാരന്മാരാക്കുന്ന ചില രീതികൾ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ ദൈവവചനം അത് പാടേ എതിർക്കുകയാണ്. നമ്മൾ മറ്റുള്ളവരെ നിസ്സാരരായി കാണരുത്. വചനം ഇങ്ങനെയാ പറയുന്നത്, യേശു കർത്താവ് ഇങ്ങനെയാ പറയുന്നത്, നമ്മേക്കാൾ മറ്റുള്ളവരെയാണ് ശ്രേഷ്ഠനെന്ന് എണ്ണേണ്ടത്. ഈ കാലഘട്ടത്തിൽ പരാജയപ്പെട്ട മനുഷ്യരുടെ ചരിത്രം നമ്മൾ പഠിച്ചാൽ
മറ്റുള്ളവരെക്കാൾ ഞാൻ ശ്രേഷ്ഠനാണ് എന്നുള്ള എൻ്റെ അബദ്ധധാരണ. അവന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മറ്റുള്ളവരുടെ കുറവുകളെ മാത്രം കണ്ടെത്തി അതിനെ വിമർശിക്കുകയും തങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ അവർ ലഘൂകരിക്കുകയും ചെയ്യുകയാണ്. തങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ അവർ കാണുന്നില്ല. എന്നാൽ യേശു കർത്താവ് വചനം പറയുകയാണ്, മറ്റുള്ളവരെ നമ്മൾ വില കുറച്ച് കാണരുത്, അവരെ നിസ്സാരന്മാരാക്കരുത്. നമ്മുടെ വാക്കിൽ പോലും അരുത്, നമ്മുടെ പ്രവൃത്തിയിൽ അത്ര പോലും അരുത്. ദൈവവചനം അതിനെ ശക്തമായി എതിർക്കുകയാണ്. മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണണം. ഒരുപക്ഷേ എനിക്കൊത്തിരി ഗുണങ്ങളുണ്ടാകാം, പക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എനിക്കില്ലാത്ത ഒത്തിരി ഗുണങ്ങളുണ്ടാകാം. അടുത്തൊരു കാര്യം, എനിക്കുള്ള ഗുണങ്ങൾ തന്നെ അതിലും ശ്രേഷ്ഠമായ നിലയിൽ ഉപയോഗിക്കുന്നവരാകാം എന്നെ കേൾക്കുന്ന നിങ്ങൾ. അതുകൊണ്ട് നമ്മൾ ആരെയും വില കുറച്ച് കാണരുത്, ആരെയും നമ്മൾ നിസ്സാരന്മാരാക്കരുത്. ചിലരുടെ സംസാരമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇങ്ങനെ മനസ്സിലാകും, അങ്ങനെയുള്ളവരെ നമ്മൾ മൈൻഡ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ആ വാക്കുകൾ നമ്മൾ മൈൻഡ് ചെയ്യരുത്. എന്താ കാര്യം എന്നറിയാവോ? ഞാൻ വലിയ ആളാണ്, എനിക്കെല്ലാം ചെയ്യുവാൻ കഴിയും, എനിക്ക് തെറ്റു വരത്തില്ല, ഞാൻ ചെയ്യുന്നതെല്ലാം ക്ലിയറാ, എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം, എൻ്റെ ജോലി, എൻ്റെ മക്കൾ, എൻ്റെ മക്കളുടെ പഠനം, അവരുടെ ജോലി, ഇതെല്ലാം ക്ലിയർ ആയിട്ടാ പോകുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു നിലകളിലുമുള്ള കുറവുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മളത് സമ്മതിച്ചു കൊടുക്കാറില്ല. എന്നാൽ മറ്റു കുടുംബത്തെ നോക്കി, മറ്റ് തലമുറകളെ നോക്കി, മറ്റുള്ളവരുടെ ജീവിതത്തെ നോക്കി നമ്മൾ പലപ്പോഴും കമന്റ് പറയാറുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന അനുഗ്രഹീതരായ ദൈവജനമേ, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നമ്മുടെ ജീവിതത്തിൽ എത്ര അനുഗ്രഹം ദൈവം നമുക്ക് തന്നാലും, നമ്മളുടെ മക്കളുടെ സ്വഭാവമൊക്കെ എത്ര നല്ലതാണെങ്കിലും, നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നായി പഠിക്കുമെങ്കിലും, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നന്നായി മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിലും, പ്രതീക്ഷിക്കാത്ത നിലകളിൽ സ്വർഗത്തിലെ ദൈവം അവരെ ഉയർത്തിയെങ്കിലും, മറ്റുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെക്കാൾ താഴെയാണ് അവർ എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. കാരണം എന്തെന്നറിയാമോ? നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിച്ചതാണ്. അവര് നിസാരന്മാരായി തീരേണ്ട ഇടത്ത് സ്വർഗത്തിലെ ദൈവം അവരെ മാനിച്ച് അനുഗ്രഹിച്ചതാണ്. അവരുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തിയതാണ്. അതുകൊണ്ട് തലമുറകളോടുള്ള ബന്ധത്തിൽ കഴിവുള്ള നമ്മുടെ തലമുറകളെന്നും മറ്റുള്ള കുഞ്ഞുങ്ങൾ കഴിവില്ലാത്തവരെന്നും പറയരുത്. ആമേൻ. ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കില്ലാത്ത എന്തോ നാം നിസാരന്മാരാക്കിയ കുഞ്ഞുങ്ങൾക്കുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ മറ്റു കുടുംബത്തെ നമ്മൾ നിസാരന്മാരാക്കരുത്. സാമ്പത്തികം കുറഞ്ഞതിന്റെ പേരിൽ, കളറ് കുറഞ്ഞതിന്റെ പേരിൽ, ജീവിതത്തിൽ പ്രൗഢി കുറഞ്ഞതിന്റെ പേരിൽ, നല്ല ഭവനമില്ലാത്തതിന്റെ പേരിൽ, വാഹനമില്ലാത്തതിന്റെ പേരിൽ നമ്മൾ ആരെയും നിസാരന്മാരാക്കരുത്. ഒരുപക്ഷെ അവർക്ക് അതൊന്നുമില്ലെങ്കിലും ദൈവവുമായിട്ടുള്ള ബന്ധമെങ്കിലും അവർക്കുണ്ടാകും. മനസ്സിലായോ? അതുകൊണ്ട് നിസാരന്മാരാക്കി ആരെയും മാറ്റരുത്. നമ്മേക്കാൾ ശ്രേഷ്ഠരാണ് മറ്റുള്ളവർ എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ വരണം. അവിടെയാണ് നമ്മുടെ ഉയർച്ച സംഭവിക്കുന്നത്. അവിടെയാണ് നമുക്ക് ആത്മീയ പക്വത വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റുള്ളവരെ എന്നേക്കാൾ ശ്രേഷ്ഠനായി കാണുക എന്നുള്ളതാണ്. അടുത്ത വാക്യം എങ്ങനെയാ പറയുന്നത്? മൂടാ എന്ന് വിളിക്കരുത്. മൂടാ എന്ന് വിളിച്ചാൽ അവൻ അഗ്നി നരകത്തിന് യോഗ്യനാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, നമ്മളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, നമ്മൾ നന്മയുടെ ഉറവിടമാണ്, അറിവിന്റെ ഉറവിടമാണ്, നമ്മുടെ മക്കൾ അറിവിന്റെ ഉറവിടമാണ്. മറ്റുള്ളവർക്കൊന്നും ഒന്നും അറിയില്ല, അവർ മൂഢന്മാരാണ്, അവരറിവില്ലാത്തവരാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ വാക്കുകളിൽ അങ്ങനെയുള്ള വാക്കുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ദിനങ്ങളിൽ നാം ശ്രദ്ധിക്കണം. അത് വലിയ അപകടം വിളിച്ചു വരുത്തും. അതുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെയാണ് ദൈവസഭയ്ക്കകത്ത് പഠിപ്പിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്ന നിലയിൽ, മറ്റുള്ളവരെ നിസാരന്മാരാക്കുന്ന നിലയിൽ, മറ്റുള്ളവരെ അവോയ്ഡ് ചെയ്യുന്ന എത്രയോ സാഹചര്യങ്ങളാണ്
ഇന്നത്തെ ആത്മീയ ലോകത്ത് വെളിപ്പെടുന്നത്. നിങ്ങൾ ചിന്തിക്കണം, ഈ കാലഘട്ടത്തിൽ ഈ വചനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഒരാളെങ്കിലും മടങ്ങി വരുവാൻ തയ്യാറായാൽ ആ കുടുംബം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീരും. ഇവിടെ മൂടാ എന്ന് വിളിച്ചാൽ അവൻ അഗ്നി നരകത്തിന് യോഗ്യനായി തീരുകയാണ്. ചിന്തിച്ച് ചില ഭവനങ്ങളിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലും അല്ലെങ്കിൽ മുതിർന്നവരാണെങ്കിൽ പോലും നമ്മൾ സഭ്യമല്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച് അവരെ എന്ത് ചെയ്യാറുണ്ട്? വിളിക്കാറുണ്ടല്ലേ? ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാവരും വിളിക്കുമെന്ന് ഞാൻ പറയില്ല, ചിലരെങ്കിലും വിളിച്ചിട്ടുണ്ടാകാം. ഇവള് അല്ലെങ്കിൽ ഇവൻ കഴുതയുടെ ബുദ്ധിയാ, ഒരു ബുദ്ധിയില്ല, അറിവില്ല. നമ്മൾ ചില മൃഗങ്ങളുടെയൊക്കെ പേര് വിളിച്ച് അവരെ എന്ത് ചെയ്യാറുണ്ട്? അധിക്ഷേപിക്കാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്തുകൂടാ. അവർ നാളെ ആരാകുമെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ നാം അങ്ങനെ അവരെ സംബോധന ചെയ്യുന്നത് കൊണ്ട് ആമേൻ അവരുടെ മനസ്സ് മുറിപ്പെടുന്നത് നമ്മൾ അറിയുന്നില്ല. മനസ്സിലാക്കണം, ആരെയും നിസ്സാരന്മാരാക്കരുത്, ആരെയും അറിവില്ലാത്തവരെന്ന് നമ്മൾ സംബോധന ചെയ്യരുത്. ഒരു എഴുത്തുകാരൻ ഇങ്ങനെയാണ് പറഞ്ഞത്: കോപം കൊലപാതകത്തിന്റെ വിത്തുകളെ വഹിക്കുന്നു. നിന്നാവാക്കുകൾ, കൊലപാതകത്തിന്റെ ആത്മാവ് ഒളിച്ചിരിക്കുകയാണ് നിന്നാവാക്കുകളിൽ. ശാപവാക്കുകൾ കൊലപാതകത്തിന്റെ അഭിവാഞ്ചയെ വെളിപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചതാണ്. ഒരു എഴുത്തുകാരൻ ഇങ്ങനെ എഴുതി വെച്ചു: കോപം കൊലപാതകത്തിന്റെ വിത്തുകളെ വിതയ്ക്കുന്നു. നിങ്ങൾക്കറിയാമോ, കൊലപാതകത്തിന്റെ വിത്ത് കോപമുള്ളവൻ കൊലപാതകത്തിന്റെ വിത്ത് വിതയ്ക്കുകയാണ്. എന്താ കാര്യം? നമുക്കറിയാം, ഇന്ന് ഒത്തിരി പ്രതിസന്ധികൾ സമൂഹത്തിലായിരുന്നാലും കുടുംബത്തിനായിരുന്നാലും ഒത്തിരി കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. എന്താ നടക്കാൻ കാര്യം എന്നറിയാവോ? കോപത്തെ വഹിക്കുന്നത് കൊണ്ടാണ്. കോപത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ട് ആ കോപം കൊലപാതകത്തിലേക്ക് അവനെ കൊണ്ടുപോവുകയാണ്. ചെറിയൊരു വാക്കിന്റെ പേരിൽ, ചെറിയൊരു വിഷയത്തിന്റെ പേരിൽ കോപാത്മാവിൽ അവൻ ചില കാര്യങ്ങൾ ചെയ്യുകയാണ്. കോപത്താൽ നിറയപ്പെടുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവനിൽ നിന്ന് മാറി നിൽക്കുകയാ. അവൻ കൊലപാതകത്തിന്റെ വിത്തുകളെ വഹിക്കുന്നവനാണ്. 3 നിലകളിലുള്ള ശിക്ഷാവിധിയാണ് ഇവിടെ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. 1 ന്യായവിധി, 2 ന്യായാധിപ സഭ, 3 നരകാഗ്നി. അപ്പോൾ സഹോദരനോട് അല്ലെങ്കിൽ സഹോദരിയോട് കോപിക്കരുത്, നിസ്സാര എന്ന് പറയരുത്, മൂട എന്ന് പറയരുത്. അങ്ങനെ പറഞ്ഞാൽ 1 ന്യായവിധി, 2 ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും, 3 നരകാഗ്നിയിൽ വീഴേണ്ടി വരും. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ആ ഭാഗം അങ്ങ് അവസാനിപ്പിക്കാം. 41-ാം അധ്യായം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നത്: എളിയവനെ ആദരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ ആരാണ് ഭാഗ്യവാന്മാർ? എളിയവരെ ആദരിക്കുക. ഈ കാലഘട്ടത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാ. ഉള്ളവരെ മാത്രം സ്നേഹിച്ചാൽ പോരാ, ഉള്ളവരെ മാത്രം ബഹുമാനിച്ചാൽ പോരാ, ഉള്ളവരോട് മാത്രം വന്ദനം ചൊല്ലിയാൽ പോരാ. എളിയവരെ ആദരിക്കാൻ നാം തയ്യാറാകണം. ഈ സമൂഹത്തിൽ ഏറ്റവും ചെറിയവരെന്ന് കാണുന്നവരെ നാം ആദരിക്കാൻ തയ്യാറാകണം. അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി വചനത്തിലൂടെ നമ്മിൽ വെളിപ്പെടാനിടയായി തീരുന്നത്. ഈ വചനം ഞാൻ ഇങ്ങനെ പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കാം. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ, ഒരു കുടുംബത്തെ സംബോധന ചെയ്യുമ്പോൾ, ഒരു കുഞ്ഞിനെ സംബോധന ചെയ്യുമ്പോൾ ഒരിക്കലും അവരെ നിസ്സാരന്മാരാക്കരുത്. അവരെല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ പ്രയോജനപ്പെടേണ്ടവരാണ്. അവരെല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടേണ്ടവരാണ്. ഒരു കാര്യത്തോടെ ഞാൻ അതിനോട് ചേർത്ത് പറയാം, അങ്ങനെ പറഞ്ഞവരാണ് ഈ കാലഘട്ടത്തിൽ സ്വർഗത്തിലെ ദൈവം ഉപയോഗിച്ചിട്ടുള്ളവരുടെ ചരിത്രം. നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെട്ടവരുടെ ചരിത്രം നമ്മൾ പഠിച്ചാൽ ഒരു കാലഘട്ടത്തിൽ അവർ നിസ്സാരവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്, പരിഗണന ലഭിക്കാതിരുന്നിട്ടുണ്ട്, നിനക്ക് അറിവില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് കഴിവില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്വർഗത്തിലെ ദൈവം ആ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ട് അവരെ ദൈവം അനുഗ്രഹിപ്പാനിടയായി തീർന്നു. അടുത്തൊരു വാക്യം ഞാൻ
നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. 23 വാക്യം ഒന്ന് വായിച്ചാൽ, 23, 24 വാക്യം ഒന്ന് വേഗത്തിൽ വായിച്ചാൽ. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കിൽ കൊണ്ടുവരുമ്പോൾ സഹോദരൻ നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുൻപിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നു കൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം. മതി. ഇവിടെ 23, 24 വാക്യത്തിൽ ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് നിനക്ക് ഓർമ്മ വന്നാൽ നീ പിന്നെ വഴിപാട് കഴിക്കരുത്. എപ്പോഴാ വഴിപാട് കഴിക്കേണ്ടത്? വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരപ്പ് പ്രാപിച്ചാനന്തരം വന്ന് നിന്റെ യാഗം കഴിക്കുക. അത് പുതിയ നിയമത്തിൽ വരുമ്പോൾ ഈ യാഗം എന്നുള്ളത് ആരാധനയോട്, ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയാണ്. പഴയ നിയമത്തിൽ യാഗാർപ്പണം, പുതിയ നിയമത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്നത്, നാം ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം കൊടുക്കുന്നത്, ആരാധന അർപ്പിക്കുന്നത്. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ 21 മുതൽ നാം പഠിച്ചത് ഒരു വ്യക്തിയോട് സാധാരണ നാം ചെയ്യുന്ന കാര്യങ്ങൾ. ഒന്ന്, കോപിക്കുക, മൂഢ എന്ന് സംബോധന ചെയ്യുക, നിസ്സാര എന്ന് സംബോധന ചെയ്യുക. ആ നിലയിൽ ദ്രോഹിക്കുന്ന ഒരുവന് അർപ്പണം അല്ലെങ്കിൽ ആരാധന അർപ്പിക്കാൻ കഴിയില്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാനിത് പറയുമ്പോൾ എത്ര പേർക്ക് ഇത് ബോധ്യപ്പെടുന്നെന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ മദ്യം കഴിക്കുന്നവരെയും ലഹരി ഉപയോഗിക്കുന്നവരെയും വ്യഭിചാരം ചെയ്യുന്നവരെയും ഇങ്ങനെയുള്ള കഠിനമായ പാപം ചെയ്യുന്നവരെയാണ് നമ്മൾ പറയുന്നത് അവൻ ആരാധിക്കാൻ പാടില്ല, അവൻ തിരുമേശ എടുക്കാൻ പാടില്ല, അവൻ ആത്മീയ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. പക്ഷേ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് ഈ മുകളിൽ പറയുന്ന കാര്യങ്ങൾ, അതിൽ നമ്മൾ ആദ്യം ക്രമീകരണം വരുത്തണം. തെറ്റ് തിരുത്തിയാനന്തരം ആരാധന അർപ്പിക്കുക. ക്രമീകരണം വരുത്തിയാനന്തരം എന്ന് പറഞ്ഞാൽ ഒരാളോട് കോപിച്ചേച്ച് വന്ന് നമ്മൾ എന്ത് ചെയ്യരുത്? ദൈവത്തെ ആരാധിക്കരുത്. അത് ന്യായവിധിക്ക് കാരണമായി തീരും. മറ്റുള്ളവരെ നിസാരവൽക്കരിച്ചിട്ട് മറ്റുള്ളവർ ഒന്നുമില്ല, ഞാനാണ് എല്ലാം എന്ന് തികഞ്ഞവൻ എന്നുള്ള ഭാവത്തോടെ നമ്മൾ ആരാധന കഴിക്കരുത്. മറ്റുള്ളവരെ അവരുടെ ജീവിതത്തെ മുഴുവനായി താഴ്ത്തിക്കെട്ടിയിട്ട് ഞാനാണെല്ലാം തികഞ്ഞവൻ എന്നുള്ള ബോധ്യത്തോടെ വന്ന് ആരാധന കഴിക്കരുത്. തെറ്റ് തിരുത്തിയാനന്തരം നാം ആരാധന അർപ്പിക്കണം. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഒരു ഉദാഹരണം ഞാൻ ഈ വചനം ചിന്തിച്ചു വന്നപ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വന്നു. ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായത്തിൽ യാക്കോബിനോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. അല്ലേ? വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്ന സമയം ബർശേബ മരുഭൂമിയിൽ രാത്രിയാകെ കൊണ്ട് മുൻപോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ താൻ അവിടെ വിശ്രമിക്കുകയാണ്. കല്ല് തലയിണയായി വെച്ച് താൻ അവിടെ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ താൻ ഒരു സ്വപ്നം കാണുകയാണ്. സ്വർഗത്തോളം എത്തുന്ന ഒരു കോവേണി, ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നു. അപ്പോൾ അതിന്റെ വചനം നിങ്ങൾക്ക് ആയതുകൊണ്ട് ഞാനത് വിവരിക്കുന്നില്ല. അതിന്റെ താഴേക്കുള്ള വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെയാ കാണുന്നത്? യാക്കോബിനെ ദൈവം അനുഗ്രഹിക്കുക. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ സ്വദേശത്തേക്ക് മടക്കി വരുത്തും. ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം അവിടെ അരുളി ചെയ്യുന്നുണ്ട്. എന്നാൽ എപ്പോഴാണ് തൻ്റെ ജീവിതത്തിൽ ഈ അനുഗ്രഹം വെളിപ്പെട്ടത്? എപ്പോഴാണ് തൻ്റെ ജീവിതത്തിൽ ദൈവം അരുളി ചെയ്ത അനുഗ്രഹത്തിലേക്ക് നയിക്കപ്പെട്ടത്? അത് നമ്മുടെ പ്രസംഗ വിഷയമല്ല, പഠന വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു പോകാം. ഏശാവുമായിട്ടുള്ള ബന്ധം എന്ന് പുനഃസ്ഥാപിക്കപ്പെട്ടോ എന്ന് പറഞ്ഞാൽ, ഏശാവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടത് കൊണ്ടാണ് താൻ ഓടിപ്പോകാൻ കാരണം. എന്നാൽ ദൈവം അനുഗ്രഹിക്കാമെന്നുള്ള ദൂത് കിടക്കുന്നുണ്ടെങ്കിലും യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടത് എന്നാണെന്നറിയാവോ? ഏശാവുമായിട്ടുള്ള ബന്ധം ഊഷ്മളമായപ്പോഴാണ്.
ദൈവവചനം പഠിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ആമേൻ. വചനം എങ്ങനെയാ പറയുന്നത്? ഏശാവ് ആളുകളെ കൂട്ടിക്കൊണ്ടു വരുന്നു എന്നറിഞ്ഞപ്പോൾ യാക്കോബ് ഭയപ്പെട്ടു. താൻ ഏറ്റവും സ്നേഹിക്കുന്നവരെല്ലാം പുറകിലേക്ക് മാറ്റി. അവിടെ നിരനിരയായി നിർത്തുന്ന ഒരു ചിത്രം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഏറ്റവും സ്നേഹിക്കുന്ന തന്റെ ഭാര്യയെ ഏറ്റവും പുറകിൽ നിർത്തി. കാരണം യാക്കോബ് ഭയപ്പെടുകയാണ് ഏശാവിനെ. കാരണം താൻ ഓടിപ്പോകുന്ന ചരിത്രവും മുൻകാലങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളും തന്റെ ജീവിതത്തിൽ താൻ കാണിച്ച കള്ളത്തരങ്ങളും ഒക്കെ തന്റെ അകത്ത് വന്നിട്ട് അന്ന് ഏശാവ് ഒരു തീരുമാനമെടുത്ത, ഞാൻ അവനെ കൊല്ലും, എന്റെ സഹോദരനെ ഞാൻ കൊന്നുകളയും. ഇത് കേട്ട് അമ്മ പറഞ്ഞു, നീ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയി കൊള്ളുക. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, എന്റെ സഹോദരന്റെ ഭവനത്തിലേക്ക്, ലാബാന്റെ ഭവനത്തിലേക്ക് താൻ ഓടിപ്പോവുകയാണ്. എന്നാൽ ദൈവം അനുഗ്രഹിച്ചാലും എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കുമെന്നുള്ള ദൂത് നമ്മൾ കേട്ടാലും നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ബന്ധങ്ങൾ ഊഷ്മളമാകുമ്പോഴാണ്. ഇവിടെ വചനം ഇങ്ങനെ പറയുന്നത്, ഏശാവ് തന്റെ ആളുകളുമായി കടന്നു വന്നപ്പോ അവിടെ തന്നെ കൊല്ലാനൊന്നുമല്ല വന്നത്. അവർ തമ്മിൽ കണ്ടപ്പോൾ അവർ ആലിംഗനം ചെയ്തു. കണ്ടില്ലേ, വർഷങ്ങൾക്ക് മുൻപേ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ആ വലിയ പ്രശ്നത്തിന്റെ നടുവിൽ അവർ ഒരുമിച്ച് ചേർന്ന സന്ദർഭത്തിൽ അതെല്ലാം അലിഞ്ഞില്ലാതായി. തുടർന്നുള്ള വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. അനുഗ്രഹിക്കാമെന്നുള്ള ദൂതുണ്ടായിട്ട് കാര്യമില്ല. അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ തെറ്റ് തിരുത്തണം, ക്രമീകരണം പ്രാപിക്കണം, വീഴ്ചകളിൽ നിന്ന് കയറി വരണം. അപ്പോൾ എപ്പോഴാണ് യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ, ഇടയ്ക്ക് കരണ്ട് പോകുന്നുണ്ട്, അതുകൊണ്ടാ. എപ്പോഴാണ് യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഏശാവുമായിട്ടുള്ള ബന്ധം ഊഷ്മളമായപ്പോൾ യാക്കോബ് അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി. ഇത് തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവവുമായിട്ടുള്ള ബന്ധം ഊഷ്മളമാകണമെങ്കിൽ മനുഷ്യനുമായിട്ടുള്ള ബന്ധം ഊഷ്മളമാകണം. ഓക്കെ, ഞാൻ ആ ഭാഗം വിടുകയാ. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 11-ാം അധ്യായം 31, 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 31, 32 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ കാത്തിരിക്കണം, ന്യായവിധിക്ക് യോഗ്യരായി തീരരുത്. ഭക്ഷണം കഴിക്കുന്ന കൂട്ടായ്മയിൽ പോലും കളങ്കമുണ്ടാകരുതെന്ന് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുകയാണ് അല്ലെ? ഞാൻ അത് അധികം വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. തിരുവത്താഴത്തെ കുറിച്ച് ദൈവവചനം എന്താ പറയുന്നത്? തിരുവത്താഴത്തെ കുറിച്ച് ദൈവവചനം പറയുന്നത് ശ്രദ്ധിക്കുക. ഒന്ന് വായിക്കാമോ? 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം ഒന്ന് വായിക്കാമോ? അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. ലിസി ആന്റി സമയം ഒന്ന് പറ, ഒന്ന് ജസ്റ്റ് ഞാനത് വിട്ടുപോയി. സമയം എത്ര മണി വരെ ആയിരുന്നു? 11 മണി വരെ ഉണ്ട് മാസ്റ്റർ. 11 മണി. ഓക്കെ. അപ്പോ ഇവിടെ ഇങ്ങനെ പറയുന്നു, അയോഗ്യമായി അപ്പം തിന്നരുത്, അയോഗ്യമായി പാനപാത്രത്തിൽ നിന്ന് നിങ്ങൾ കുടിക്കരുത്. അങ്ങനെ ചെയ്താൽ ഉണ്ടാകുന്ന ആ വലിയ പ്രതിസന്ധിയെ ദൈവവചനം നമുക്ക് മുമ്പിൽ തുറന്നു കാട്ടുകയാണ്. തിരുവത്താഴത്തെ കുറിച്ച് പറയുന്ന അയോഗ്യമായി തിന്നരുതെന്ന് പറഞ്ഞാൽ യോഗ്യതയില്ലാതെ അതിലേക്ക് കരം നീട്ടരുത് എന്ന് പറഞ്ഞാൽ നിരപ്പാണ് ആദ്യ പടി. നിരപ്പിന്റെ ശുശ്രൂഷ അനുഭവിച്ചവർക്കാണ് തിരുവത്താഴ ശുശ്രൂഷയിലേക്ക് പ്രവേശനം ലഭിക്കുന്നത്. ഇന്നത്തെ കാലത്ത് മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് കരുതി, മറ്റുള്ളവർ ഒന്നും ചിന്തിക്കരുതെന്ന് കരുതി തിരുമേശയിലേക്ക് കരം നീട്ടുന്നവരുണ്ട്. അതിന് കൊടുക്കേണ്ടുന്ന പ്രാധാന്യം കൊടുക്കാതെ, അതിന് കൊടുക്കേണ്ടുന്ന വില കൊടുക്കാതെ ഒത്തിരി പ്രിയമുള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൈനീട്ടുന്നുണ്ട്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം പ്രിയരെ, തിരുവത്താഴ ശുശ്രൂഷയിലേക്ക് ഒരുവൻ പ്രവേശിക്കുമ്പോ ആദ്യം വേണ്ടത് നിരപ്പിന്റെ ശുശ്രൂഷയാണ്. അയോഗ്യമായ അപ്പം തിന്നരുത്.
അയോഗ്യമായി കർത്താവിന്റെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കരുത്. ഒന്നാമത് ചെന്ന് നിങ്ങൾ നിരപ്പ് പ്രാപിക്കണം. അതാ നമ്മൾ വായിച്ചത്. 24-ാം വാക്യത്തിന്റെ ഒടുവിലെ വാക്യം ഇങ്ങനെ: ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. അപ്പോൾ നാം അനുഗ്രഹിക്കപ്പെടുവാൻ നാം ഒന്നാമത് ചെയ്യേണ്ട ചിലതുണ്ട്. നിങ്ങൾ ആഴമായി വചനം പഠിക്കണം. ഒന്നാമത് നാം ചെയ്യേണ്ട കാര്യം എന്താ? ഒന്നാമത് ആരാധനയല്ല, ഒന്നാമത് നിരപ്പിന്റെ ശുശ്രൂഷയാണ്. ഒന്നാമത് ദൈവത്തെ സ്നേഹിക്കുകയല്ല, ഒന്നാമത് മനുഷ്യനെ സ്നേഹിക്കുകയാണ്. 1 യോഹന്നാൻ 4:20 ഇങ്ങനെ പറയുന്നത്: കാണുന്ന സഹോദരനെ നിനക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കാണാത്ത ദൈവത്തെ നീ എങ്ങനെ സ്നേഹിക്കും? അപ്പോൾ ഒന്നാമത് നമ്മൾ, ചിലരിങ്ങനെയുണ്ടല്ലോ, മനുഷ്യനെ കണ്ടാൽ മിണ്ടുകയില്ല, മനുഷ്യനോട് യാതൊരു ബന്ധവുമില്ല, പക്ഷെ ആരാധന, ഉപവാസവും പ്രാർത്ഥനയും അന്യഭാഷയും ഒക്കെ കേട്ടാൽ ഒരു വലിയ ആ നിലയിലുള്ള ആളുകളുണ്ട്. നിങ്ങൾ ചിന്തിച്ചേ, ഒന്നാമത് നമ്മൾ ആരോടും മിണ്ടാതെ, സഹോദരവർഗങ്ങളോട് മിണ്ടാതെ, അയൽഭവനങ്ങളിലുള്ളവരോട് മിണ്ടാതെ, കുടുംബക്കാരോട്, ചർച്ചക്കാരോട് മിണ്ടാതെ, മാതാപിതാക്കളോട്, മക്കളോട് മിണ്ടാതെ, നമ്മൾ എത്ര ദൈവത്തെ വിളിച്ചെന്ന് പറഞ്ഞാലും അതൊക്കെ ചില വാക്കുകൾ മാത്രമായി മാറും എന്നുള്ളതല്ലാതെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മൾ വരുന്നില്ല. ഒന്നാമത് നാം മനുഷ്യനെ സ്നേഹിക്കണം, ദൈവത്തെ സ്നേഹിക്കണം. ഓക്കെ, അടുത്തത് ഒന്നാമത് സമൂഹമല്ല, ഒന്നാമത് നമ്മുടെ ഭവനമാണ്. അല്ലേ? ഒന്നാം നമ്മുടെ ഭവനത്തിനകത്തെ സാക്ഷ്യമാണ് ഏറ്റവും വലിയ സാക്ഷ്യം. നമ്മൾ ചിലതൊക്കെ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഒടുവിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഞാൻ ഒന്നോടെ നിങ്ങളോട് പറയാം, ഒന്നാമത് ആരാധനയല്ല, ഒന്നാമത് നിരപ്പിന്റെ ശുശ്രൂഷ. ആരെങ്കിലുമായി എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടായാൽ, എന്തെങ്കിലും ഭാരങ്ങൾ ഉണ്ടായാൽ, അത് തമ്മിൽ പറഞ്ഞ് തീർത്താനന്തരം ദൈവത്തിന് ആരാധനകൾ അർപ്പിക്കണം. ഒന്നാമത് ദൈവത്തെ സ്നേഹിക്കുകയല്ല, മനുഷ്യനെ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. മനുഷ്യനെ നമ്മൾ സ്നേഹിക്കണം. മനുഷ്യനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. ഒന്നാമത് സമൂഹമല്ല. ചിലരങ്ങനെയുണ്ട്, സമൂഹത്തിൽ വലിയ ആളാ, പക്ഷെ വീട്ടിനകത്ത് യാതൊരു സാക്ഷ്യമില്ല. വീട്ടിനകത്ത് യാതൊരു നിലകളിലും ആരുമായിട്ടും അഡ്ജസ്റ്റ് ചെയ്തു പോവുകയല്ല, പക്ഷെ സമൂഹത്തിൽ നല്ല ആളുകളാ. എന്നാൽ അത് വചനത്തിനകത്തൊരു വാക്യം എങ്ങനെയുണ്ട്? ലഗ്യൂൻ ബാധിച്ച മനുഷ്യൻ യേശുവിനോട് പറയുകയാണ്, സൗഖ്യമായി കഴിഞ്ഞപ്പോ വസ്ത്രമൊക്കെ ധരിച്ച് സുബോധമുള്ളവനായി നിന്നപ്പോ യേശുവിനോട് പറയാം, ഞാൻ നിന്റെ കൂടെ പോരുക. പക്ഷെ യേശു എന്താ പറഞ്ഞെന്നറിയാവോ? നീ ആദ്യം നീ എവിടേക്ക് പോണം? നിന്റെ വീട്ടിൽ പോണം. അങ്ങനെയല്ലേ പറഞ്ഞേ? ആണോ? ആദ്യം സമൂഹമല്ല, ആദ്യം വീട്ടിനകത്ത് നമുക്കൊരു സാക്ഷ്യം ഉണ്ടാകണം. ആ സാക്ഷ്യമാണ് നമ്മെ സമൂഹത്തിലേക്ക് ഇറക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഒന്നാമത് ചെയ്യേണ്ട കാര്യങ്ങൾ അത് ഒന്നാമത് തന്നെ ചെയ്യണം. ഒന്നാമത് നാം ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നാമത് ചെയ്യുമ്പോഴാണ് അടുത്ത തലത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മെ കൊണ്ടുപോകുന്നത്. ചിലർ നല്ല ആരാധനയാണ്, നന്നായി അന്യഭാഷ പറയുന്നുണ്ട്, പക്ഷെ ഒത്തിരി പേരോട് കയ്പിന്റെ അനുഭവങ്ങൾ വെച്ച് പുലർത്തുകയാ. ചിലർക്ക് ദൈവത്തോട് നല്ല സ്നേഹമാണ്, പക്ഷെ മനുഷ്യരെ കണ്ടാൽ മിണ്ടില്ല. ചിലർ സമൂഹത്തിൽ നല്ല നിലകളിൽ പ്രവർത്തിക്കുന്നവരാണ്, പക്ഷെ വീട്ടിൽ സാക്ഷ്യമില്ല. അപ്പോൾ യാഗപീഠത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് യാഗാർപ്പണത്തിന് മുൻപുള്ള നിരപ്പിന്റെ ശുശ്രൂഷയാണെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അത് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. നമുക്കറിയാം, പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ അന്തരം, മാറ്റങ്ങൾ. പഴയ നിയമത്തിൽ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്: യാഗമർപ്പിക്കാൻ പോകുമ്പോൾ യാഗവസ്തു ഉണ്ടായിരിക്കണം, അർപ്പണത്തിന് വസ്തു ഉണ്ടായിരിക്കണം, അർപ്പിക്കുന്നതിന് മുമ്പ് അതിനെ ഒരുക്കുവാനുള്ള വസ്തുക്കൾ ഉണ്ടായിരിക്കണം. അതാണ് യാഗാർപ്പണത്തിന് പോകുന്ന അബ്രഹാമും ഇസഹാക്കും അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. അപ്പാ, കത്തിയും വിറകുമുണ്ട്, യാഗവസ്തു എവിടെ? അപ്പോൾ യാഗാർപ്പണത്തിന് വേണ്ടി അവർ പോകുന്നത് അർപ്പിക്കാനുള്ള വസ്തുക്കളുമായിട്ടാണ്. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെ കാണുന്നത്? നമ്മളൊരു മൃഗത്തെ അർപ്പണം ചെയ്യുന്നില്ല,
കത്തിയും വിറവും ഉപയോഗിച്ചൊരു യാഗാർപ്പണം നമ്മൾ ചെയ്യുന്നില്ല. പക്ഷേ നാം നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാം തന്നെ യാഗവസ്തുവായി മാറുകയാണ്. നാം തന്നെ ദൈവകരങ്ങളിൽ അർപ്പിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷയാണ്. പുതിയ നിയമത്തിൽ 3 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ വായിച്ച വചനത്തോടുള്ള ബന്ധത്തിൽ, അർപ്പണത്തോടുള്ള ബന്ധത്തിൽ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരണം. അപ്പൊ ഞാൻ പഴയ നിയമത്തിൽ പറഞ്ഞതുപോലെ യാഗപീഠത്തിൽ വഴിപാട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത പാപത്തിന് ഒത്തവണ്ണമോ കുറുപ്രാവിനെയോ അല്ലെങ്കിൽ ആട്ടിൻകുട്ടിയെയോ കാളക്കിടാവിനെയോ കൊണ്ടുവരികയാണ്. അവർ വെറുതെ വരുന്നില്ല. അവരുടെ കയ്യിൽ കത്തിയുണ്ട്, വിറകുണ്ട്. യാഗാർപ്പണം നടത്തുവാനുള്ള സകല സാമഗ്രികളുമായി അവർ യാഗാർപ്പണത്തിനെത്തുന്നു. പക്ഷേ പുതിയ നിയമത്തിൽ ഇങ്ങനെയുള്ളൊരു സാഹചര്യം ഇല്ലവേ ഇല്ല. പുതിയ നിയമത്തിൽ നമ്മൾ ആരാധനയ്ക്ക് എത്തേണ്ടത് എങ്ങനെയായിരിക്കണം? കുറ്റമില്ലാത്ത മനസാക്ഷി, പ്രാഗൽഭ്യം, ദൈവമേ എന്ന് വിളിക്കുവാൻ, പിതാവേ എന്ന് വിളിക്കുവാൻ, കർത്താവേ എന്ന് വിളിക്കുവാൻ നമ്മുടെ അധരം കൊണ്ട് മാത്രമല്ല, ഹൃദയം നമുക്ക് തരുന്ന പ്രാഗൽഭ്യം, മനസ്സ് നമുക്ക് തരുന്ന പ്രാഗൽഭ്യം, അതാണ് അർപ്പണം ചെയ്യേണ്ട ഒരു വ്യക്തിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഒന്ന്, യാഗപീഠത്തിൽ വഴിപാട് കൊണ്ടുവരിക, വെറുതെ വരരുത്, ഒരുക്കത്തോടെ വേണം വരാൻ. 2, അർപ്പണത്തിന് മുമ്പ് ദൈവത്തെ കാണും മുമ്പ് നമ്മെ തന്നെ കാണാൻ നമുക്ക് കഴിയണം. ദൈവത്തെ കാണണമെങ്കിൽ, ദൈവസാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ നമ്മെ തന്നെ കാണുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിരപ്പിന്റെ ശുശ്രൂഷ എവിടെയെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ നിരപ്പിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ നാം തയ്യാറാകണം എന്നുള്ളതാണ്. ആരോടെങ്കിലും ക്ഷമ പറയാനുണ്ടെങ്കിൽ, ആരോടെങ്കിലും പറഞ്ഞു തീർക്കാനുണ്ടെങ്കിൽ, തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കാനുണ്ടെങ്കിൽ, അർപ്പണത്തിന് മുമ്പ്, ദൈവ സാന്നിധ്യം ആ നിലയിൽ ഇറങ്ങും മുമ്പ്, യാഗപീഠത്തിലേക്ക് ദൈവത്തിന്റെ അഗ്നി ഇറങ്ങും മുമ്പ് നമ്മെ തന്നെ ഒന്ന് കാണാനുള്ള ഒരു കണ്ണ് നമുക്കുണ്ടാകണം. ആ സമയത്ത് ഓർമ്മ വരുന്ന ആളുകളോട് നാം നിരപ്പിന്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കണം. എന്താ കാര്യം എന്നറിയാവോ? നിരപ്പില്ലാത്ത യാഗാർപ്പണം നമ്മെ പരാജയത്തിലേക്കും തിന്മയിലേക്കും മാനസിക അസ്വസ്ഥതയിലേക്കും നമ്മളെ കൊണ്ടുപോകും. ശാരീരിക ബുദ്ധിമുട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അതാണ് തിരുമേശയോടുള്ള ബന്ധത്തിൽ പറയുന്നത്, അയോഗ്യമായി ഈ അപ്പം ഭക്ഷിച്ചാൽ നിങ്ങൾ ബലഹീനരും രോഗികളുമാകും. അപ്പൊ ദൈവത്തിന് അർപ്പണം കഴിക്കുന്ന സമയം, ദൈവത്തിന് യാഗം കഴിക്കുന്ന സമയം, ആരാധന അർപ്പിക്കുന്ന സമയം, നിരപ്പിന്റെ ശുശ്രൂഷ നാം ചെയ്തില്ലെങ്കിൽ ആ ആരാധന നമ്മെ പരാജയത്തിലേക്കും തിന്മയിലേക്കും മാനസിക അസ്വസ്ഥതയിലേക്കും ശാരീരിക ബുദ്ധിമുട്ടിലേക്കും നമ്മെ കൊണ്ടുപോകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് വചനം എന്താ പറയുന്നത് അറിയാവോ? സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചിട്ട്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? നിനക്ക് യാഗം അർപ്പിക്കാൻ യോഗ്യതയില്ലെങ്കിൽ ആ യാഗവസ്തു പോലും നിനക്ക് തൊടാനുള്ള അർഹതയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? എല്ലാവർക്കും യാഗം അർപ്പിക്കാം എന്നാണോ? ഏത് വഴിയിലൂടെയും നടന്ന അനന്തരം യാഗം അർപ്പിക്കാൻ പറ്റിയ ഇടമാണോ നമ്മുടെ ആരാധനാലയം, അല്ലെങ്കിൽ നമ്മുടെ ഭവനം, അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന ഇടം? എവിടെ നിന്ന് യാഗം അർപ്പിച്ചാലും സർവശക്തനായ ദൈവം കേൾക്കും, അതിന് മറുപടി തരും. പക്ഷേ ആർക്കും യാഗമർപ്പിക്കാൻ അവകാശമില്ല. ഓക്കെ, വചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അപ്പൊ ഞാൻ ഒരു കാര്യം ചിന്തിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അർപ്പണം, ദൈവസന്നിധിയിൽ ആരാധന അർപ്പിക്കുമ്പോ അത് നിരപ്പിന്റെ ശുശ്രൂഷ ഇല്ലാതെ ചെയ്താൽ നമ്മൾ മാനസിക അസ്വസ്ഥരും
ശാരീരികമായ അസ്വസ്ഥരും തിന്മയിലേക്കും അസ്വസ്ഥതയിലേക്കും നമ്മൾ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ ശാസിക്കുന്നത് ആരെ ആയിരിക്കും എന്നറിയാവോ? സാത്താനെ. നമ്മുടെ ജീവിതത്തിൽ വന്ന പരാജയങ്ങൾ കൊണ്ട് നമുക്കുണ്ടാകുന്ന അങ്ങനെയുള്ള റിസൾട്ടിന്റെ മുമ്പിൽ നമ്മൾ പിശാചിനെ അല്ല ശാസിക്കേണ്ടത്, മറിച്ച് ഇത് പിശാചിന്റെ കെണിയാണ്, ഇത് പോരാട്ടമാണ് എന്നല്ല പറയേണ്ടത്, മറിച്ച് യാഗാർപ്പണത്തിൽ ഞാൻ പാലിക്കേണ്ട പ്രമാണം ഞാൻ പാലിച്ചില്ല എന്നുള്ളതാണ് അതിനർത്ഥം. എനിക്കറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ ഏറ്റെടുക്കാൻ പറ്റില്ല. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും, നിങ്ങളെ വാലല്ല തലയാക്കും, അല്ലെങ്കിൽ എന്താ പറയാ, നിങ്ങളുടെ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറക്കാൻ പോവുക, ഫ്ലൈറ്റ് കാണുന്നു, ഇതൊക്കെ പറഞ്ഞാലേ നമുക്ക് ചലനം ഉണ്ടാകൂ. പക്ഷേ ഇങ്ങനെയുള്ള ചലനം കൊണ്ടൊന്നും നമുക്ക് ദൈവരാജ്യത്തിൽ എത്താൻ പറ്റില്ല. ഈ വചനം ഏതാ? നിരപ്പിന്റെ ശുശ്രൂഷ ഇല്ലാത്ത ഒരുവൻ എവിടേക്ക് പറന്നാലും അവിടെ നിന്ന് മേലേക്ക് പറക്കാൻ പറ്റില്ലെന്നാ ഞാൻ പറയുന്നത്. രൂപാന്തരപ്പെടണമെങ്കിൽ, ഞാൻ പറയാം, രൂപാന്തരപ്പെടണമെങ്കിൽ നാം ആകട്ടെ, നമ്മുടെ തലമുറകളാകട്ടെ, സഹവിശ്വാസികളാകട്ടെ, രൂപാന്തരം വരണമെങ്കിൽ നിരപ്പിന്റെ ശുശ്രൂഷ നാം ചെയ്തേ പറ്റൂ. ഇവിടെ യാഗപീഠത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ രണ്ടുപേര് യാഗമർപ്പിക്കാൻ പോകുന്ന ചിത്രം നമുക്കറിയാം. 1 ഖായീൻ 2 ഹാബേൽ, രണ്ടുപേരും യാഗമർപ്പിക്കാൻ പോകുക. എന്നാൽ ഇവിടെ യാഗപീഠത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, രണ്ടുപേരും യഹോവയ്ക്ക് യാഗം അർപ്പിക്കാനാ പോയത്. നമ്മളെല്ലാവരും അങ്ങനെ പറഞ്ഞല്ലേ വരുന്നത്. എവിടെ പോവുക? ആരാധനയ്ക്ക് പോവുക. എന്തായാലും സാത്താൻ ആരാധന നമ്മൾ കഴിക്കുകയല്ലോ. ഏത് പിന്മാറ്റക്കാരനും ഏത് തെറ്റ് ചെയ്യുന്നവനും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ പറയുന്നത് എങ്ങനെയാണ്? ആരാധിക്കാൻ പോവുക. അപ്പൊ ഇതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ആരാധനയ്ക്കാണ് രണ്ടുപേരും വന്നത്. രണ്ടുപേരും ദൈവത്തിന് യാഗം കഴിക്കാൻ വേണ്ടി വന്നതാ. രണ്ടാമത്തെ കാര്യം, രണ്ടുപേരും അവർക്ക് നല്ലതെന്ന് തോന്നിയതാണ് എന്ത് ചെയ്തത്. ചിലരൊക്കെ ഇങ്ങനെ പ്രസംഗിക്കാറുണ്ട്, ഇപ്പോഴൊന്നും അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു. കയീന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാതിരുന്നത് അവൻ കൊണ്ടുവന്ന പച്ചക്കറി ഒന്നും നല്ലതല്ലായിരുന്നു എന്നുള്ളതാ. അങ്ങനെയൊന്നും വ്യാഖ്യാനമില്ല. അവൻ ഉള്ളതിലും വെച്ച് ഏറ്റവും നല്ലതാ കൊണ്ടുവന്നത്, അല്ലേ? ഏറ്റവും നല്ലതാ കൊണ്ടുവന്നത്, ഏറ്റവും ബെറ്ററാ അവൻ കൊണ്ടുവന്നത്. രണ്ടുപേരും യഹോവയ്ക്ക് ആരാധന കഴിക്കാൻ, രണ്ടുപേരും അവർക്ക് നല്ലതെന്ന് തോന്നിയതാണ് കൊണ്ടുവന്നത്. അടുത്തൊരു കാര്യമുണ്ട്, രണ്ടുപേരും മനസ്സോടെയാണ് യാഗം അർപ്പിക്കാൻ വന്നത്, അല്ലെ? രണ്ടുപേർക്കും ദൈവത്തെ ആരാധിക്കാൻ മനസ്സുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ 4:5 വായന ഇങ്ങനെയാണ്, വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്, കയീനിലും അവന്റെ യാഗത്തിലും ദൈവം എന്ത് ചെയ്തില്ല? പ്രസാദിച്ചില്ല. ഹാബേലിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. അപ്പോൾ അവിടെ നിങ്ങൾ ചിന്തിച്ച്, ഇവിടെ ആദ്യം യാഗവസ്തു അല്ല, ആദ്യം യാഗം കഴിക്കുന്നവന്റെ മനോഭാവമാണ്. അതാണ് ഞാൻ പറയുന്നത്. പുതിയ നിയമസഭയ്ക്കകത്ത് ഈ കാലഘട്ടത്തിൽ എത്ര ദൈവത്തെ ആരാധിക്കുന്നവരാണെന്ന് പറഞ്ഞാലും, എത്ര നന്നായി അന്യഭാഷ പറയുന്നവരാണെന്ന് പറഞ്ഞാലും, എത്ര നന്നായി പ്രവചിക്കുന്നവരാണെന്ന് പറഞ്ഞാലും, ദൈവം നോക്കുന്നത് നാം ചെയ്യുന്ന പ്രവർത്തികളെക്കാൾ നമ്മയാണെന്നുള്ള തിരിച്ചറിവ് എത്ര പേർക്കുണ്ട്? എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? ദൈവം ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവനാണ്. മനുഷ്യൻ പുറമേയുള്ളത് നോക്കുമ്പോൾ നമ്മുടെ ദൈവം ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ അവൻ മനുഷ്യന്റെ ഉൾപ്പൂവുകളെ അറിയുന്നവനാണ്. നമ്മുടെ മനസ്സിനെ ആരും അറിയുന്നില്ല. നമ്മുടെ മനസ്സിനെ പാസ്റ്റർ അറിയുന്നില്ല, സെൻട്രൽ പാസ്റ്റർ അറിയുന്നില്ല, നമ്മുടെ മനസ്സിനെ കമ്മിറ്റിക്കാരറിയുന്നില്ല, നമ്മുടെ മനസ്സിനെ മാതാപിതാക്കൾ അറിയുന്നില്ല, സഹോദരങ്ങൾ അറിയുന്നില്ല. പക്ഷേ നമ്മുടെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ഒരുവൻ നമ്മോട് കൂടെയുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യ യാഗവസ്തു എന്താണെന്നുള്ളതല്ല വിഷയം. യാഗവസ്തു എന്താണെന്നുള്ളതല്ല വിഷയം. യാഗം അർപ്പിക്കുന്നവൻ എങ്ങനെയാണ് അവൻ യാഗം അർപ്പിക്കുന്നത്, അവനാണ് വിഷയം. അവൻ അർപ്പിക്കുന്ന യാഗവസ്തുവിനേക്കാൾ യാഗം അർപ്പിക്കുവാൻ വന്നവന്റെ മനോഭാവം,
അവൻ ഏത് നിലകളിലാണ്. സ്തോത്രം. അതുകൊണ്ടല്ലേ നമ്മൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ പറയാറില്ലേ, കൊടുക്കുന്നെങ്കിൽ മനസ്സോടെ എന്ത് ചെയ്യണം? കൊടുക്കണം. ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് കൊടുക്കുന്നതെങ്കിലും മനസ്സോടെ കൊടുക്കണം, സ്നേഹത്തോടെ കൊടുക്കണം. മനസ്സില്ലാതെ എത്ര നല്ല കാര്യങ്ങൾ ആര് നമുക്ക് ചെയ്തു തന്നാലും ആ ഒരു ഭാരം നമുക്കുണ്ടാകും. ഇത് തന്നെയാണ് ദൈവസന്നിധിയിലും. ദൈവത്തിന് കൊടുക്കുന്നെങ്കിൽ മനസ്സോടെ കൊടുക്കണം. ആമേൻ. മനസ്സോടെ കൊടുക്കാൻ നമ്മെ ആ നിലയിൽ പ്രാഗൽഭ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന ഒരു മഹനീയ ശുശ്രൂഷയാണ് നിരപ്പിന്റെ ശുശ്രൂഷ. ഓക്കെ, ഞാൻ അത് പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കുകയാണ്. ഹൃദയങ്ങളെ ദൈവം നോക്കുന്നു. പഴയ നിയമം പഠിക്കുമ്പോൾ ഉസ്സയെ ദൈവം ഛേദിച്ചു കളയാനുള്ള കാര്യം എന്നാണെന്നറിയാവോ? യോഗ്യതയില്ലാതെ പെട്ടകത്തിൽ എന്ത് ചെയ്തു? തൊട്ടു. അങ്ങനെയല്ലേ? കാള വിരണ്ടപ്പോൾ മനുഷ്യൻ ചുമക്കേണ്ടുന്ന പെട്ടകം ആരുടെ പുറത്താ പിരിക്കുന്നത്? കാളയുടെ പുറത്ത്. മനസ്സിലായോ? എന്നാൽ കാള വിരണ്ടപ്പോൾ പെട്ടകം താഴെ വീഴേണ്ടെന്ന് കരുതി ഉസ്സ എന്ത് ചെയ്തു? അതിനെ കയറി പിടിച്ചു. ദൈവം അവനെ ഛേദിച്ചു കളഞ്ഞു. എന്താ കാര്യം എന്നറിയാവോ? കാളപ്പുറത്തിരുന്നിട്ട് കാളയ്ക്ക് വല്ലതും പറ്റിയോ? ആ വിരണ്ടു എന്നുള്ളത് സത്യമാണ്. പക്ഷെ വിശുദ്ധിയില്ലാതെ, പ്രമാണമില്ലാതെ, നിരപ്പിന്റെ ശുശ്രൂഷയില്ലാതെ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ ആഗ്രഹിച്ചാൽ പുതിയ നിയമത്തിലൊന്നും ഛേദിക്കപ്പെടുന്നില്ല. കൃപായുഗമാ. സ്തോത്രം. ഓക്കെ, ഞാൻ അതിനെക്കുറിച്ച് അധികം പ്രസ്താവിക്കുന്നില്ല. പഴയ നിയമത്തിൽ ഉസ്സയെ ദൈവം ഛേദിക്കാൻ കാരണം യോഗ്യതയില്ലാതെ പെട്ടകം തൊട്ടു എന്നുള്ളതാ. ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മൾ അടുക്കുമ്പം നമുക്ക് യോഗ്യത വേണം, നമുക്ക് പ്രാഗൽഭ്യം വേണം. ആമേൻ. പുതിയ നിയമത്തിൽ നമുക്ക് പഠിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്, ഹെരോദാവ് കൃമിക്കിരയാകുവാൻ കാരണം, അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. എന്താ കാരണം? ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ. ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. അപ്പോൾ ദൈവത്തിന് മഹത്വം കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ, ആമേൻ, ദൈവത്തിന് കൊടുക്കുന്ന മഹത്വമാണ് ആരാധനയായിട്ട് എന്ത് ചെയ്യുന്നത്. അപ്പൊ പഴയ നിയമത്തിലെ യാഗാർപ്പണം, വഴിപാട് പുതിയ നിയമത്തിലെ ആരാധനയാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന അനുഭവമാണ്. ഇവിടെ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ ഹെരോദാവ് കൃമിക്കിരയായി പ്രാണനെ വിട്ടു. അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങൾ നിങ്ങൾ ചിന്തിച്ചേ. ഉസ്സയെ ദൈവം ഛേദിക്കാൻ കാരണം പ്രാഗൽഭ്യമില്ലാതെ, യോഗ്യതയില്ലാതെ പെട്ടകത്തിലേക്ക് കരം തൊട്ടു. ഇവിടെ ഹെരോദാവ് നശിച്ചു പോകാനുള്ള കാരണം, അവൻ മരണപ്പെടുവാനുള്ള കാരണം ദൈവത്തിന് കൊടുക്കേണ്ടുന്ന ആരാധന എന്ത് ചെയ്യുന്നില്ല? കൊടുത്തില്ല എന്നുള്ളതാണ്. ഒരു കാര്യത്തോടെ നിങ്ങൾ ചിന്തിക്കണം. യെശയ്യാ പ്രവചനം 14 അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ആരാധിക്കുന്ന ദൂത സഞ്ചയം പിശാചായി മാറി. എന്താ കാര്യം? ലൂസിഫറും സംഘവും ആ നിലയിൽ വീണു പോകാനുള്ള കാര്യം എന്നാണെന്നറിയാവോ? സ്വന്തം മഹത്വം എടുത്തു എന്നുള്ളതാണ്. ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം. ഈ നമ്മൾ പഠിച്ചു വരുന്ന വചനഭാഗത്തിൽ നിരപ്പിന്റെ ശുശ്രൂഷ ചെയ്യാതെ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നവന്റെ മനസ്സിന്റെ അകത്തെല്ലാം അവൻ സ്വന്തം മഹത്വം എടുക്കുക. കാര്യം എന്നാ? ഇത് ദൈവത്തോട് ഏറ്റു പറയേണ്ട കാര്യമൊന്നുമില്ല, മനുഷ്യനോട് ക്രമീകരണം പ്രാപിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ചിന്തിച്ച് ഞാൻ ചെയ്യുന്നതാണ് നല്ലത്, ഞാൻ ചെയ്യുന്നതാണ് ശരിയെന്ന് ചിന്തിക്കുന്ന, സ്വന്തം മഹത്വം എടുക്കുന്ന ആളുകളായി മാറുകയാണ്. ഇവിടെ ഇതാ നമ്മൾ വായിച്ച വാക്യങ്ങളും പറഞ്ഞ ആളുകളെ കുറിച്ചും ഒടുവിലായി നമ്മൾ പറഞ്ഞ ലൂസിഫറിനെ കുറിച്ചും സ്വന്തം മഹത്വം എടുത്തു. ഞാൻ സ്വർഗത്തിൽ കയറും. അങ്ങനെ ആർക്കും കയറാൻ പറ്റിയ ഇടമല്ല സ്വർഗം, അല്ലെ? ഞാനെന്ന ഭാവമില്ലാത്തവർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ള ഇടമാണ് സ്വർഗമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സഭയിൽ ആർക്കും വരാം, സഭയിൽ ആർക്കും വരാം. പക്ഷേ അങ്ങ് പോണമെങ്കിൽ ഞാനെന്ന ഭാവം ഉണ്ടാകരുത്, സ്വന്തം മഹത്വം എടുക്കരുത്, ഞാൻ കയറുമെന്ന് പറയരുത്, അല്ലേ? സ്തോത്രം. 2, എന്റെ സിംഹാസനം. അവിടെ അങ്ങനെ പറയുന്നത്, എന്റെ സിംഹാസനം ഞാൻ ദൈവത്തിന്റെ നക്ഷത്രങ്ങൾ മീതെ വെക്കും.
അപ്പോൾ ഇവിടെ ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം, ഞാൻ എന്റെ. കണ്ടില്ലേ, ആരാധന അർപ്പിക്കുന്നവന്റെ അകത്തുനിന്നു ഒഴിവായി പോകേണ്ട രണ്ട് വാക്കുകളാണ് ഞാൻ, എന്റെ. അങ്ങനെ പറയാവോ? ഇല്ല. യാഗാർപ്പണം നടത്താൻ ഒരുവൻ നിയോഗിക്കപ്പെടുന്നെങ്കിൽ അവൻ പൂർണ്ണമായും ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെട്ടവനായിരിക്കണം. സമർപ്പിക്കപ്പെട്ടവരായിരിക്കണം. ഞാൻ സ്വർഗത്തിൽ കയറുമെന്നല്ല, എന്റെ സിംഹാസനം ഞാൻ ഇന്നിടത്ത് വെക്കുമെന്നല്ല, ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്കു മീതെ ഞാൻ എന്റെ സിംഹാസനം വെക്കും. അല്ലെ? മീതെ കയറാൻ ആഗ്രഹിക്കുന്നവരെല്ലാം തകർന്നു പോകും. ഇതൊക്കെ ഒത്തിരി വിശദീകരിക്കേണ്ട കാര്യമാണ്. ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് വിശദീകരിച്ചു പോയാൽ അടുത്ത ആഴ്ച എനിക്ക് ഇതിനെ അവസാനിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കും. ഓക്കെ, ഇവിടെ ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ ഞാൻ ഇരുന്നരുളും. ഒരു കാര്യം മനസ്സിലാക്കണം, ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ ഞാൻ എന്ത് ചെയ്യും? ഇരുന്നരുളും. സങ്കീർത്തനത്തിൽ എങ്ങനെ പറയുന്ന അറിയാവോ? ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദമാകുന്നു. ദൈവം അവിടെ ഒരു ദുർഗമായി വെളിപ്പെടും. അപ്പോ ദൈവം ദുർഗമായി വെളിപ്പെടുന്നിടത്ത് ഞാൻ ഇരുന്നരുളുമെന്ന് ലൂസിഫർ പറഞ്ഞപ്പം സ്വർഗത്തിലെ ദൈവം അവനെ എന്ത് ചെയ്തു? വെട്ടി താഴെയിട്ടു. അല്ലേ? ഓക്കെ, 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും. അഹങ്കാരമുള്ളവർക്ക് പറഞ്ഞതല്ലേ ആരാധന? ലൂസിഫറും സംഘവും എന്താ ചെയ്തുകൊണ്ടിരുന്ന? ദൈവത്തെ ആരാധിക്കുന്നവരാ. ആമേൻ. ലൂസിഫറിനെ കുറിച്ച് മറ്റൊരു ഭാഗത്ത് പറയുന്നത്, നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാണ്. മനസ്സിലായില്ലേ? ഈ ദൂതശാസ്ത്രം പഠിക്കുമ്പം, ദൂതന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ കെരൂബുകളെ കുറിച്ച്, സറാഫുകളെ കുറിച്ച്, മറ്റു ദൂത സഞ്ചയങ്ങളെ കുറിച്ച് ഒത്തിരി പഠിക്കാനുണ്ട്. ഓക്കെ, അതൊക്കെ പഠിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാ. സ്വർഗീയ ജീവികളെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു സന്തോഷമാ. കെരൂബിന് എത്ര ചിറകുണ്ട്? കെരൂബിന് 2 ചിറക്. സറാഫിനോ 6 ചിറക്. അല്ലേ? 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്ന് നിന്നുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ. പക്ഷേ കെരൂബിനെ സംബന്ധിച്ച് അവന് 2 ചിറകുകളാണ് ഉള്ളത്. ഓക്കെ, ഞാൻ അതല്ല എന്റെ പഠന വിഷയം. അപ്പോൾ ഇവിടെ ഇങ്ങനെ പറയുന്നത്, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. അപ്പോൾ ആരാധന അർപ്പിക്കുന്നവന്റെ അകത്തുനിന്ന് മാറിപ്പോകേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, ഞാൻ എന്ന ഭാവം, എന്റെ എന്നുള്ള ഭാവം, അല്ലെങ്കിൽ ഞാൻ ഇരുന്ന് അരുളും എന്നുള്ള ഭാവം. ഇവിടെ ഹൃദയത്തിൽ അവർ പറഞ്ഞത് അവരുടെ നാശത്തിന് കാരണമായി. വചനം ഇങ്ങനെ പറയുന്നത്, ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ല ആണ് അതരം സംസാരിക്കുന്നത്. ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അതരത്തിൽ നിന്ന് വരുന്നതാണോ ആരാധന? അല്ല. നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ ദൈവം നടത്തിയ നന്മകളോർത്ത്, ദൈവം നമ്മെ പുലർത്തിയ വിധങ്ങളോർത്ത്, നമ്മെ അനുഗ്രഹിച്ച ദൈവത്തിന്റെ ആ വലിയ മഹാഭാഗ്യം ഓർത്ത് നാം ദൈവത്തിന് നന്ദി പറയുന്നതാണ് ആരാധന. നാം ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നതാണ് ആരാധന. കർത്താവേ, അങ്ങാണ് എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നത്, ഞാൻ ഇത്രത്തോളം വരുവാൻ ഞാൻ എന്തുള്ളൂ, അതിന് കാരണം എന്റെ ദൈവമാണെന്ന് എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ പറയുന്ന വാക്കുകളാണ് ആരാധനയായി പുറത്തു വരുന്നത്. അത് നമ്മൾ പാട്ടുകൾ പാടുമ്പോൾ ആരാധനയ്ക്ക് യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ പാടുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തുനിന്ന് പൊങ്ങി വരുന്ന ദൈവമാണ് സകലവും എന്നുള്ള ചിന്തയാണ് ആമൻ അധരത്തിലൂടെ പുറത്തു വരുന്നത്. അതുകൊണ്ട് ഹൃദയത്തിൽ പറഞ്ഞത് ആമൻ അവരുടെ നാശത്തിന് കാരണമായി, അവരെ വെട്ടി താഴെയിട്ടു. കണ്ടില്ലേ? ഹൃദയത്തിൽ ആമൻ നാം ആരാണെന്ന് നമുക്കറിയുന്നതിനപ്പുറമായി മറ്റാർക്കും അറിയില്ല. അതുകൊണ്ടാ നമ്മുടെ പ്രാഗൽഭ്യമാണ് നമ്മെ ആരാധനയിലേക്ക് കൊണ്ടുവരുന്നത്. മനസ്സിലായില്ലേ? നമ്മുടെ പ്രാഗൽഭ്യമാണ് നമ്മെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നത്. അപ്പോൾ അഹങ്കരിക്കാനുള്ള കാര്യം എന്നാണെന്നറിയാവോ? യെഹെസ്കേൽ പ്രവചനം 28-13 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത്, നീ ഏഥനിലായിരുന്നു. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഇപ്പോൾ ഏഥനിലല്ല എന്നുള്ളതല്ലേ? അല്ലേ? ഓക്കെ, നമ്മൾ സഭയ്ക്ക് അകത്തുണ്ടാകാം,
പക്ഷെ ദൈവരാജ്യത്തിന് പുറത്താണെങ്കിൽ സഭയ്ക്കകത്തുണ്ടായത് കൊണ്ടും കാര്യമില്ല. നമ്മുടെ പ്രസന്റ് സഭയ്ക്കകത്ത് നമ്മുടെ സീറ്റ് ഉറപ്പിക്കാനാണ് നമ്മൾ ആരാധനാലയത്തിലേക്ക് പോകുന്നതെങ്കിൽ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. വചനം ഇങ്ങനെ പറയുന്നത്, ദൈവരാജ്യത്തിന് നമ്മൾ പുറത്താകരുത്. ഏദനിലായിരുന്നു, ഇപ്പോൾ ഏദനിലല്ല, ഏദനിൽ നിന്ന് പുറത്താക്കി, അല്ലേ? സ്തോത്രം. അടുത്തത് ഇങ്ങനെ പറയും, നിന്റെ സൃഷ്ടിപ്പ് വിലയേറിയ രത്നങ്ങൾ കൊണ്ടായിരുന്നു, നിന്നെ അതിശയത്തോടെയാണ് നിന്നെ മെനഞ്ഞത്, അല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിലും നമ്മുടെ സൗന്ദര്യത്തെ നോക്കി, നമ്മുടെ പ്രതാപത്തെ നോക്കി, നമുക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളെ നോക്കി നമ്മൾ അഹങ്കരിക്കാൻ നമ്മൾ മനസ്സ് വെക്കരുത്. കാരണം ഈ അഹങ്കാരമാണ് ആരാധിക്കുന്ന ദൂതസഞ്ചയത്തെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത്. 28-ാം അധ്യായം 14-ാം വാക്യത്തിൽ എങ്ങനെ പറയും, ഞാൻ നിന്നെ ഇരുത്തി എന്നാ പറയുന്നത്. ദൈവമാണ് അവനെ ഇരുത്തിയത്. അഗ്നിമയമായ രഥങ്ങളുടെ മധ്യേ സഞ്ചരിക്കുവാൻ ദൈവമാണ് അവരെ അനുവദിച്ചത്, അല്ലേ? അർഹതയില്ലാത്തിടത്ത് ദൈവം ഇരുത്തും. പോകാൻ നമുക്ക് അർഹതയില്ലാത്ത ഇടത്തേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകും. പക്ഷെ അഹങ്കരിക്കരുത്. അങ്ങനെയുള്ളവന് പറഞ്ഞതല്ലേ ആരാധന എന്നുള്ളതാ ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ ദൂതൻ തനി സാത്താനായി മാറാനുള്ള കാരണം, ദൈവം തന്നെ അനുഗ്രഹിച്ച അനുഗ്രഹത്തെ അവൻ മറന്നുപോയി. ദൈവത്തെക്കാൾ ഉന്നതനാകാൻ അവൻ ശ്രമിച്ചു. ആമേൻ. ദൈവത്തിന്റെ സിംഹാസനത്തിന് മേലായി അവന്റെ സിംഹാസനം വെക്കുവാൻ അവൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ അഹങ്കാരത്തിന് കാരണം അവന്റെ ഉയർച്ച തന്നെയാണ്. ഉയർച്ചയാണ് നമ്മുടെയും അഹങ്കാരത്തിന് കാരണം. നമ്മുടെ അവസ്ഥകൾക്കൊക്കെ വ്യത്യാസം വരുമ്പം ഹൃദയത്തിനകത്ത് ചെറിയ അഹങ്കാരത്തിന്റെ കണിക പൊട്ടു, അല്ലേ? ആമേൻ. നമ്മുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തിന്റെ സ്ഥിതികൾക്കൊക്കെ വ്യത്യാസം വരുമ്പോൾ, ആമേൻ, നമ്മുടെ അവസ്ഥകൾക്കൊക്കെ വ്യത്യാസം വരുമ്പോ നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത് പ്രിയരെ. നമ്മെ അതുവരെ എത്തിച്ച സൃഷ്ടാവിങ്കിലേക്ക് നോക്കിയിട്ട് പറയണം, കർത്താവേ, ഇവിടെ എത്തുവാൻ ഞാൻ ആരുമല്ല, ഞാൻ യോഗ്യനല്ല. ദൈവം എത്ര അനുഗ്രഹിച്ചാലും നാം ദൈവത്തെ മറന്നു പോകരുത്. ഓക്കെ, 1-2 ചിന്തകൾ കൂടി വേഗത്തിൽ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ഈ വചനം അവസാനിപ്പിക്കും. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ദൈവത്തെ സ്നേഹിക്കുന്നവരെന്ന് അഭിമാനിക്കുന്ന പല പ്രിയമുള്ളവരും തകർന്നു പോകാനുള്ള ഒന്നാമത്തെ കാരണം എന്താന്ന് നിങ്ങൾക്കറിയാമോ? ഇണങ്ങാതെയുള്ള വഴിപാട്, ക്രമീകരണം പ്രാപിക്കാതെയുള്ള ആരാധന. ഇവ വലിയ ദുരന്തത്തെ വിളിച്ചു വരുത്തും, അല്ലേ? നമുക്കറിയാം, ഇന്ന് ഒത്തിരി കുടുംബങ്ങൾ തകർച്ചയിലേക്ക് പോവുകയാ. ഒത്തിരി തലമുറകൾ, എത്രയോ മാതാപിതാക്കളുടെ കണ്ണുനീരിന്ന് ഭവനത്തിന്റെ അകത്തളത്തിൽ വീടുന്നുണ്ടെന്നറിയാമോ? കാരണം മറ്റൊന്നുമല്ല, പല കുടുംബങ്ങളിലും തലമുറകൾ അന്യപ്പെട്ടു പോയി. ആമേൻ. ആരാധനയ്ക്ക് വരുന്നില്ല, പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല, കുടുംബ പ്രാർത്ഥനയ്ക്ക് പോലും അവരെ കാണുന്നില്ല. പല കുടുംബങ്ങളും ഒരു കാലത്ത് ആത്മാവിൽ ആരാധിച്ച, ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ച കുടുംബങ്ങൾ പലതും ഇന്ന് ആമേൻ തകർന്ന് തരിപ്പണമായി പോയി. എന്താ കാര്യം എന്നറിയാവോ? ആമേൻ, ക്രമീകരണം പ്രാപിക്കാതെയുള്ള ആരാധനയും ഇണങ്ങാതെയുള്ള വഴിപാടുകളും ഇത് വലിയ ദുരന്തങ്ങൾ ഭവനത്തിന്റെ അകത്തളത്തിൽ ക്ഷണിച്ചു വരുത്തുകയാണ്. അപ്പോൾ 5-ാം അധ്യായം മത്തായി സുവിശേഷം 25-26 ആമേൻ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. 25-26 വാക്യങ്ങൾ ഒന്ന് വേഗത്തിൽ വായിക്കാമോ? നിന്റെ പ്രതിയോഗിയുടെ വഴിയിൽ ഉള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. അല്ലാഞ്ഞാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ ചേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും. ഒടുവിലത്തെ കാശ് പോലും കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. ഓക്കെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഞാൻ വലിയ തിയോളജി ഒന്നുമല്ല പറയുന്നത്, ഞാൻ പറയുന്നത്. ഞാൻ വളരെ പച്ച മലയാളത്തിൽ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഭാഷയിൽ ഞാൻ നിങ്ങളോട് പറയാം. ഇവിടെ 24-ാം വാക്യത്തിൽ ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. 25-ാം വാക്യത്തിൽ നിരന്നുകൊള്ളുക എന്നുള്ളതിന് മറ്റൊരു വാക്ക് ഇവിടെ ചേർത്തിരിക്കുകയാണ്. എന്താ അത്? ഇണങ്ങിക്കൊള്ളുക.
അല്ലെങ്കിൽ തടവിലാകും. ഒടുവിലത്തെ കാശ് പോലും കൊടുത്ത് തീരുവോളം അതിൽ നിന്ന് നമുക്ക് പുറത്തു വരാനായിട്ട് കഴിയില്ല. അല്ലെ? ഒടുവിലത്തെ കാശ് പോലും കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരില്ല. എന്തുകൊണ്ടാണ് നാം അനുഗ്രഹിക്കപ്പെടാത്തത്? എന്തുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിൽ എത്തപ്പെടാത്തത്? എപ്പോഴും എന്തുകൊണ്ടാണ് ഒരു ശൂന്യത നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത്? എപ്പോഴും എന്തുകൊണ്ടാണ് പരാതി നമ്മൾ പറയുന്നത്? ഒരു അഭിവൃദ്ധിയും ഇല്ലാത്തതിന്റെ കാര്യം എന്താ? ഉത്തരം ഒന്നേ ഉള്ളൂ. വിശ്വാസി എന്നുള്ള നിലയിൽ നിരപ്പിന്റെ ശുശ്രൂഷ പ്രാപിച്ചില്ലെങ്കിൽ, ഇണങ്ങിയില്ലെങ്കിൽ നാം വലിയ വില കൊടുക്കേണ്ടി വരും. ഓക്കെ, ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പറയാം. നാം നിരന്നില്ലെങ്കിൽ, ഇണങ്ങിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നാം ആരോടാണ് ഇണങ്ങേണ്ടത്, ആരോടാണ് നിരപ്പ് പ്രാപിക്കേണ്ടത്, അവർക്ക് വലിയ നഷ്ടമുണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കരുത്. നഷ്ടം നമുക്ക് തന്നെയാ. നമ്മുടെ ഈഗോയാണ് പലപ്പോഴും നമ്മെ ഈ നിരപ്പിന്റെ ശുശ്രൂഷയിലേക്ക് നമ്മളെ കൊണ്ടുപോകാത്തത്. ചില ഭവനങ്ങളിൽ കുടുംബ പ്രാർത്ഥനയില്ല, ചില ഭവനങ്ങളിൽ കുടുംബ പ്രാർത്ഥന ഉണ്ട്, പക്ഷേ തമ്മിൽ മിണ്ടില്ല. പിന്നെ എല്ലാ ദിവസവും ആചരിച്ചു പോരുന്ന ഒരു ആചാരമായിട്ട് അങ്ങ് 8 മണി മുതൽ അങ്ങ് ഇരിക്കുക. സാധാരണ ചെയ്തു വരുന്നത് പോലെ ജൽപ്പനമായി അറിയുന്ന ഒരു പാട്ടുപാടി 117 സങ്കീർത്തനം വായിച്ച് അമ്മാമ്മ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുക. ഇങ്ങനെയായി നമ്മുടെ പ്രാർത്ഥന. അപ്പൊ എന്താ കാര്യം എന്നറിയാവോ? തമ്മിൽ ബന്ധമില്ലാതെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് ചേർന്നിരുന്ന്, അതുകൊണ്ടല്ലേ 128 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നത്, യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും, ഭാര്യ വീട്ടിനകത്തെ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ. മക്കളെ കുറിച്ച് പറയുന്നത് മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ. അപ്പൊ അപ്പനുള്ള അനുഗ്രഹം, അമ്മയ്ക്കുള്ള അനുഗ്രഹം, മക്കൾക്കുള്ള അനുഗ്രഹം, ഇത് ഇന്ന് ഏതെങ്കിലും കുടുംബത്തിൽ അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും നിങ്ങളാണ്. അപ്പനും അമ്മയും മക്കളും ഒരുപോലെ ഒരു പ്രാർത്ഥനാ പായിലിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരവസ്ഥ നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്തുണ്ടെങ്കിൽ നിങ്ങളെ പോലെ ഭാഗ്യം ചെയ്തവർ ഉലകത്തിൽ ഇല്ലെന്ന് പറഞ്ഞാൽ. ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ടത് വാങ്ങാൻ കാശുണ്ടാവുകയല്ല കയ്യില്. മക്കൾ അതും പറയാൻ നേരത്ത് പെട്ടെന്ന് വാങ്ങിക്കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികം ഉണ്ടാവുകയല്ല. ആമേൻ. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, പക്ഷെ നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്. ഏതാ? അപ്പൻ അമ്മ മക്കൾ നിങ്ങൾക്ക് ഒരു പായിലിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഏറ്റവും വലിയ പരാജയത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, തകർച്ചയ്ക്ക് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താ കാര്യം എന്നറിയാവോ? നമ്മുടെ ഈഗോയാ. എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ മിണ്ടിയാൽ ഞാൻ പരാജയപ്പെടും എന്നുള്ള ചിന്ത. അതുകൊണ്ട് അച്ചായനും അമ്മാമയും പിടക്ക് വരാൻ നേരത്ത് അച്ചായൻ വിചാരിക്കും അവൾ എന്നോട് വന്ന് മിണ്ടട്ടെ, അമ്മാമ വിചാരിക്കും അച്ചായൻ എന്നോട് മിണ്ടട്ടെ. ഇത് ദിവസങ്ങൾ നീണ്ടുപോകും. 6 മാസം വരെ മിണ്ടാതിരുന്ന അവരുടെ ചരിത്രം എനിക്കറിയാം. 6 മാസം വരെ മിണ്ടാതിരുന്നവർ. ചെറിയ വിഷയം. പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, സ്വോത്രക്കാഴ്ചയിടും, അതും ചെയ്യും, ദശാംശം കൊടുക്കും, അതും ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നിരപ്പിന്റെ ശുശ്രൂഷയില്ലാതെ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു ശുശ്രൂഷയെന്നും അത് ആത്മീയതയല്ലെന്നും അത് പിശാച് മുതലെടുക്കാൻ സാധ്യതയുണ്ടെന്നും ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലേ? കർത്തൃമേശ കഴിഞ്ഞാനന്തരമുള്ള വിശുദ്ധ ചുംബനത്തിന് നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ നിങ്ങൾ കർത്തൃമേശയിലേക്ക് കരം നീട്ടരുത്. ആരാധനയിൽ സൺഡേ വർഷിപ്പിന് വന്നിട്ട് ഒരുവിന് കൈ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ സത്യം പറഞ്ഞാൽ ആരാധനാലയത്തിൽ പോകാതിരിക്കുന്നതാണ് ഉചിതം. കാരണം അകത്ത് വ്യാപരിക്കപ്പെടുന്ന ആത്മാവ് മറ്റവനായതുകൊണ്ടാ. കുഞ്ഞാമൻ കയറി ഇരിക്കുന്നത് കൊണ്ടാണ് ഇതൊന്നും ചെയ്യാൻ നമ്മെ അനുവദിക്കാത്തതെന്നാ ചുരുക്കം. ഈഗോ, ഞാൻ ആദ്യം മിണ്ടിയാൽ ഞാൻ പരാജയപ്പെടും. അങ്ങനെയല്ല പ്രിയമുള്ളവരെ. ആരെല്ലാം താഴാൻ തയ്യാറായിട്ടുണ്ടോ അവര് നമ്മോട് മിണ്ടുന്നില്ലേ, നമ്മൾ അങ്ങോട്ട് അങ്ങ് ചെന്നേക്കാം. ഇങ്ങോട്ട് കൈ തരുന്നില്ലേ, അങ്ങോട്ട് കൊടുത്തു നോക്ക്.
അതാ നമ്മുടെ പ്രാഗൽഭ്യം. ഞാൻ കൊടുത്തിട്ടും അവർ തന്നില്ലെങ്കിൽ ദൈവം നോക്കിക്കോളും. നമ്മളായിട്ട് എവിടെയും പ്രതിസന്ധി സൃഷ്ടിക്കരുത്. അത് അവർക്കല്ല നഷ്ടം, നമുക്കാ നഷ്ടം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ ആരോടാണ് നിരപ്പ് പ്രാപിക്കാനുള്ളത്? ഞാൻ ആരോടാണ് ഇണങ്ങാനുള്ളത്? അപ്പൊ ഞാൻ അവരോടും ഉണ്ടായിരുന്നാൽ അവര് ഭക്ഷണം കഴിക്കത്തില്ലെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അവർക്ക് റേഷൻ കിട്ടില്ലെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ മിണ്ടാത്തതിന്റെ പേരിൽ അവർക്ക് പണിക്ക് പോലും പോകാൻ പറ്റില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. അങ്ങനെയല്ല വിഷയം. അവിടെ നാം എന്ത് ചെയ്യാണ്? തടവിലായി പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യേണ്ട കാര്യം നാം ചെയ്യാതിരിക്കുമ്പോൾ നാം തടവിലാകുകയാ. ഇവിടെ ഇങ്ങനെയാ പറയുന്നത്, ഇണങ്ങിയില്ലെങ്കിൽ. വചനം അങ്ങനെയല്ലേ പറയുന്നത്? പ്രതിയോഗിയോടുകൂടെ, നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിൽ ഉള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവിടെ ഇണങ്ങിക്കൊള്ളുക, അല്ലാഞ്ഞാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ നിന്നെ സേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും. നിങ്ങൾ ചിന്തിക്കരുത് വിയൂർ സെൻട്രൽ ജയിൽ പോലെ, അല്ലെങ്കിൽ കോഴിക്കോട് ജയിൽ പോലെ, തിരുവനന്തപുരം ജയിൽ പോലെയുള്ള ജയിലുകളിലാകും എന്നുള്ളതല്ല പറയുന്നത്. നമ്മൾ തടവിലായി പോകും. അതിനർത്ഥം എന്താ? നമ്മൾ തടവിലാണെന്ന് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ തടവിലാണോ അല്ലയോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തടവിലാണെന്ന് എങ്ങനെയാ മനസ്സിലാക്കുന്നത്? ആരാധനയ്ക്ക് നേരത്തെ നിനക്ക് ആരാധിക്കാൻ പറ്റുന്നില്ല. ചിലരൊക്കെ എന്നെ പറയാറില്ലേ, ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് പറ്റിയില്ല, ആരാധിക്കാൻ പറ്റുന്നില്ല. പേഴ്സണലായിട്ട് കുടുംബ പ്രാർത്ഥന ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്, പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. സന്തോഷിക്കാൻ ആഗ്രഹമുണ്ട്, നിനക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. പ്രതിസന്ധികളെ നിനക്ക് ജയിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പ്രതിസന്ധികളിലെല്ലാം മുങ്ങിപ്പോവുകയാണ്. ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും മറക്കുവാനും നാം കഴിയുന്നില്ലെങ്കിൽ, സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, മറക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ തടവിലാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. നീ അധ്വാനിച്ചത് നിനക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ മറ്റാരുടെയോ തടവില. നീ അധ്വാനിക്കുന്നതെല്ലാം പ്രതിയോഗി കൊണ്ടുപോവുകയാ. ജഡത്തിന്റെ പ്രവർത്തികളെ കീഴടക്കി നിനക്ക് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനർത്ഥം നീ തടവില. നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വചനം വളരെ സ്പഷ്ടമായിട്ടാ പറയുന്നത്. ഇണങ്ങുന്നില്ലെങ്കിൽ, നിരപ്പിന്റെ ശുശ്രൂഷ നമുക്കില്ലെങ്കിൽ, ഇവിടെ ഇങ്ങനെയാ പറയുന്നത്, അല്ലാഞ്ഞാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും. ഇന്ന് ഒത്തിരി കുടുംബങ്ങളുടെ അകത്തളത്തിൽ തടവിലായിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ ചിലരോടൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ, നിന്റെ മുഖം എന്താ ഇങ്ങനെ വാടിയിരിക്കുന്നേ, നിനക്കെന്തോ ഒരു സന്തോഷമില്ലാത്ത? കണ്ടില്ലേ, ഒരു കാലത്ത് എത്ര സന്തോഷം അനുഭവിച്ചതാ, എന്താ പറ്റിയ? തടവിലായി പോയി. ക്ഷമിക്കാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല, ഇണങ്ങാൻ തയ്യാറാകുന്നില്ല, എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയാൻ തയ്യാറാകുന്നില്ല. മനസ്സിലായില്ലേ? ഈ തടവിലാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ചില ഉദാഹരണങ്ങളുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ വചനം ഇങ്ങനെയാ പറയുന്നത്, മിദ്യാന്യർ ഇസ്രായേലിന്റെ മേൽ ആധിക്യം പ്രാപിച്ചെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം ആധിക്യം പ്രാപിച്ചെന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ മേൽ മിദ്യാന്യർ ആധിക്യം പ്രാപിച്ചു. ഇപ്പൊ വാഴുന്നത് ആരാ? ഇസ്രായേലാണോ മിദ്യാന്യരാണോ? മിദ്യാന്യരാ. നമ്മുടെ വീട്ടിനകത്ത് ഇപ്പൊ വാഴുന്നത് ആരാണെന്ന് ചിന്തിക്കണം. തടവിലായി പോയവരുടെ മേൽ വാഴുന്നത് ജാതീയ ശക്തികളായിരിക്കാം. തടവിലായി പോയവരുടെ മേൽ വാഴുന്നത് ഈ ലോകത്തിന്റെ ചിന്തകളായിരിക്കാം, ഈ ലോകത്തിന്റെ പ്രവർത്തികളായിരിക്കാം. അല്ലേ? യോവേൽ പ്രവചനം 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, വിത്തിന്റെ മുകളിൽ കട്ട കിടക്കുക. അല്ലേ? കട്ടയ്ക്ക് കീഴായി പോയി വിത്തിന് വളരാൻ പറ്റുന്നില്ല, ഒരു മഴ ആവശ്യമാ. എത്രയോ കുടുംബങ്ങളിൽ ഇതുപോലെ നല്ല വിത്ത് മുളയ്ക്കാൻ കഴിയാതെ കട്ട അതിന്റെ മേൽ ആധിക്യം പ്രാപിച്ചിട്ടുണ്ടെന്നറിയാമോ? ഇതിനൊക്കെ ആത്മീയ അർത്ഥങ്ങളുണ്ട്. പുതിയ നിയമത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നത്, ശിഷ്യന്മാർക്ക് ഭൂതത്തെ പുറത്താക്കാൻ പറ്റിയില്ല. യേശു കർത്താവ് അവിടെ ആ ഭൂതത്തെ പുറത്താക്കുന്ന ചിത്രം നമുക്കറിയാം. ഇതൊന്നും ഞാൻ പഠന വിധേയമാക്കുന്നില്ല, ഒരു ഉദാഹരണം പറഞ്ഞങ്ങ് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ മിദ്യാന്യർ ഇസ്രായേലിന്റെ മേൽ ആധിക്യം പ്രാപിച്ചതുപോലെ, വിത്തിന്റെ മേൽ കട്ട ആധിക്യം പ്രാപിച്ചതുപോലെ, ജീവിതത്തിന്റെ പ്രതിസന്ധികളെ ശിഷ്യന്മാർക്ക് ജയിക്കാൻ കഴിയാത്തതുപോലെ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നീ ആയിരിക്കുന്നെങ്കിൽ, നിനക്ക് സന്തോഷിക്കാൻ ആഗ്രഹമുണ്ട്, ചിരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ മനസ്സ് തുറന്ന് നിനക്ക് ചിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ,
പ്രതിസന്ധികളെ നേരിടാൻ കഴിയുന്നില്ലെങ്കിൽ, ആരാധനയ്ക്ക് പോയാനന്തരം ആരാധിപ്പാൻ കഴിയാതെ മാനസിക സമ്മർദ്ദം കൊണ്ട് ഉറക്കത്തിലേക്ക് നീ വഴുതി മാറുന്നെങ്കിൽ, ശുശ്രൂഷിക്കപ്പെടുന്ന ദൈവവചനം നിന്റെ അകത്ത് കയറുന്നില്ലെങ്കിൽ, പേഴ്സണൽ പ്രയർ റൂം നിനക്കില്ലെങ്കിൽ, അതിനർത്ഥം നീ ശത്രുവിന്റെ കീഴിലാണ്. ശത്രു നിന്റെ മേൽ ആധിക്യം പ്രാപിച്ചു. എന്തുകൊണ്ടാണ് ശത്രു ആധിക്യം പ്രാപിച്ചത്? ഞാൻ ഇണങ്ങാത്തത് കൊണ്ട്, ഞാൻ നിരപ്പ് പ്രാപിക്കാത്തത് കൊണ്ട് നമ്മൾ തടവിലായി പോവുകയാണ്. ഓക്കെ, അപ്പോസ്തലപ്രവൃത്തി 8:28 അതിനൊരു വാക്യം വായിക്കുന്നുണ്ട്. നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതാ ഒരു തടവാണ്. അവിടെ ദ്രവ്യം കൊണ്ടുവന്ന ശിമോനോട് അപ്പോസ്തലന്മാര് പറയുകയാണ്, ദൈവത്തിന്റെ ദാനം നീ പൈസ കൊടുത്ത് വാങ്ങാമെന്ന് ചിന്തിച്ച നീ നിന്റെ പണത്തോടുകൂടെ നീ നശിച്ചു പോകും. നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും നീ എന്ത് ചെയ്തു? അകപ്പെട്ടു പോയി. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഒരാളെങ്കിലും ഈ ദൈവവചനം ഏറ്റെടുക്കാൻ തയ്യാറെങ്കിൽ, എനിക്കറിയാം ഇത് എല്ലാവർക്കും ദഹിക്കുന്ന ഒരു കാര്യമല്ല, എല്ലാവർക്കും ദഹിക്കുന്ന കാര്യമല്ല ഇത്, നിങ്ങളുടെ അകത്തേക്ക് കയറുന്ന വചനമല്ല ഇത്. എങ്കിലും ഒരാളുടെയെങ്കിലും അകത്തേക്ക് ഇത് കയറുന്നെങ്കിൽ തീർച്ചയായും ഈ കാലഘട്ടത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുക. ആമേൻ. മത്തായി സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 32-ാം വാക്യം ഒന്ന് വായിക്കാമോ? മത്തായി സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം യജമാനൻ വിളിച്ചു, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കായ്കയാൽ ഞാൻ ആ കടമൊക്കെയും ഇളച്ചു തന്നല്ലോ. അപേക്ഷിക്കാൻ ഞാൻ ആ കടമൊക്കെയും ഇളച്ചു തന്നുവല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ യജമാനൻ കോപിച്ച് അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നമുക്ക് ചിലത് മറക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ തടവിലാണ്. ഇവിടെ ഇതിന്റെ ചരിത്രം നമുക്കറിയാം. 18-ാം അധ്യായം 21 മുതൽ താഴേക്ക് നമ്മൾ വായിച്ചു വരുമ്പോഴാണ് ഇതിന്റെ ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 10,000 താലന്ത് കടപ്പെട്ട ഒരു മനുഷ്യൻ യജമാനന്റെ അടുക്കൽ ചെന്ന് കരഞ്ഞ് നിലവിളിച്ച് പറഞ്ഞപ്പോൾ തന്റെ കടം ഇളച്ചു കൊടുത്തു. വചനം അങ്ങനെയാ പറയുന്നത്. 25-ാം വാക്യം, അവന് വീട്ടുവാൻ വകയില്ലായകിയാൽ അവന്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതെല്ലാം വിറ്റ് കടം തീർക്കുവാൻ കൽപ്പിച്ചു. കണ്ടില്ല, ഇവരെല്ലാം തടവിലേക്ക് പോകുക, കടക്കാരാ. കടം വരാനുള്ള കാര്യം എന്നാണെന്നറിയാം, ഇണങ്ങുന്നില്ല. ഇതൊക്കെ ആത്മീയ അർത്ഥമുണ്ട് കേട്ടോ. ഇണങ്ങുന്നില്ല, നിരപ്പ് പ്രാപിക്കുന്നില്ല, അവൻ കടക്കാരനായി മാറുകയാണ്. മനസ്സിലായോ? നമ്മൾ വായിച്ച വാക്യവും നിങ്ങൾ ചിന്തിക്കണം, അത് നിങ്ങൾ മറന്നു പോകരുത്. 5-ാം അധ്യായം 25-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. 25-26 അവിടെ ഇങ്ങനെ, നിന്റെ പ്രതിയോഗിയോടുള്ള വഴിയിൽ ഉള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക, അല്ലാഞ്ഞാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപന്റെ സേവനം ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും. ഒടുവിലത്തെ കാശ് പോലും കൊടുത്തു തീരുവോളം അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? തടവിലായി പോകും. എന്തുകൊണ്ട് തടവിലാകുന്നു? എന്തുകൊണ്ടാ തടവിലാകുന്നത്? ഇണങ്ങാത്തത് കൊണ്ട് അല്ലേ? നിരപ്പ് പ്രാപിക്കാത്തത് കൊണ്ട് ഞാൻ തടവിലായി പോവുകയാണ്. തടവിലാകുക മാത്രമല്ല, എന്റെ കാശെല്ലാം ആ നിലയിൽ തീരുകയാണ്. ഒന്നും തികയുന്നില്ല. അധ്വാനിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, ഒന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല. മനസ്സിലായോ? പുറത്തുനിന്ന് കാണുമ്പോൾ സുഭിക്ഷമായിട്ടാ പോകുന്നത്, പക്ഷേ വീട്ടിന്റെ അകത്തെ ശൂന്യത മറ്റാർക്കും കാണാൻ പറ്റുന്നില്ല. അതിനർത്ഥം എന്താണെന്നറിയാവോ? നാം തടവിലായി പോയി. നാം തടവിലായി പോയാൽ നമ്മെ തടവിലാക്കിയവരാണ് നമ്മെ നിയന്ത്രിക്കുന്നത്. തടവിലാകാനുള്ള കാരണമാണ് ഞാൻ നിരപ്പ് പ്രാപിച്ചില്ല, എനിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല, എനിക്ക് കർത്താവിന്റെ ന്യായപ്രമാണം അനുസരിക്കാൻ കഴിഞ്ഞില്ല, ഞാൻ ഇണങ്ങിയില്ല. ഇത് ഞാൻ തടവിലായി പോകാനുള്ള കാരണം. ഇവിടെ നിങ്ങൾ ചിന്തിച്ചേ, ക്ഷമിക്കാൻ കഴിയണം. 35-ാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരും സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. അപ്പോൾ സഹോദരനോട് ക്ഷമിച്ചാൽ കർത്താവ് നമ്മോട് ക്ഷമിക്കും.
സഹോദരനോട് ക്ഷമിച്ചില്ലെങ്കിൽ കർത്താവ് നമ്മോട് ക്ഷമിക്കില്ല. നമ്മൾ തടവിലായി പോവുകയാണ്. അതാ നമ്മൾ വായിച്ച 10,000 താലന്ത് കടപ്പെട്ട ഒരു മനുഷ്യനോട് യജമാനൻ പറയുന്നു, നിനക്കുള്ളതെല്ലാം വിറ്റ്, നിന്റെ ഭാര്യയെയും മക്കളെയും ഒക്കെ വിറ്റ് ഈ കടം തീർക്ക. എന്നാൽ അവൻ കരഞ്ഞ് വീണ് നമസ്കരിച്ച്, യജമാനനെ എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നുകൊള്ളാം. ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ യാചന യജമാനൻ കേട്ടിട്ട് അവന്റെ കടമെല്ലാം ഇളച്ചു കൊടുത്തു. എന്നിട്ട് സന്തോഷത്തോടെ പോകുന്ന ഈ മനുഷ്യൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് വഴിയിൽ വെച്ച് വേറൊരുത്തനെ കണ്ടു. അവൻ ആരാന്നറിയാവോ? തനിക്ക് 100 വെള്ളിക്കാശ് കടം തരാനുള്ള അല്ലെങ്കിൽ തന്നു തീർക്കാനുള്ള ഒരു മനുഷ്യനെ, തന്റെ കൂട്ടു സഹോദരനെ, 100 വെള്ളിക്കാശ് കടപ്പെട്ട ഒരു കൂട്ടുദാസനെ കണ്ട് തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി, നിന്റെ കടം തീർക്കുക. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഈ മനുഷ്യനെ 10,000 താലന്ത് കടമുണ്ടായിരുന്നു. അത് യജമാനൻ ഇളച്ചു കൊടുത്തു. ഇളച്ചു കൊടുത്ത സന്തോഷത്തിൽ വരുമ്പോഴാണ് തനിക്ക് 100 താലന്ത് കടപ്പെട്ടവനെ കണ്ടത്. അവന്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? നമ്മോട് നമ്മുടെ പാപങ്ങളെ സ്വർഗത്തിലെ ദൈവം ക്ഷമിച്ചു തന്നു, പക്ഷേ നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. മറ്റുള്ളവർ ഒന്ന് നോക്കിയാൽ പോലും അത് കുറ്റമാക്കി തീർക്കുന്ന, മറ്റുള്ളവർ ചില വാക്കുകൾ പറഞ്ഞാൽ അവരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാത്ത, പൊറുക്കാൻ കഴിയാത്ത, അവർ ചെയ്തത് മറക്കാൻ പറ്റാത്ത അങ്ങനെ ഒരു മനസ്സിന് നമ്മൾ ആയിപ്പോയത് കൊണ്ട്, എനിക്ക് ക്ഷമിക്കാൻ കഴിയാത്തത് കൊണ്ട് എന്റെ കർത്താവ് എന്നോട് ക്ഷമിക്കുന്നില്ല. വചനം എങ്ങനെയാ പറയുന്നത്? താഴേക്ക് വായിക്കുമ്പോൾ, ഈ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കിയ കാര്യം തനിക്ക് ഇളച്ചു തന്ന യജമാനൻ അറിഞ്ഞപ്പം ഈ 10,000 താലന്ത് കടപ്പെട്ട മനുഷ്യനെ തടവിലാക്കിയെന്നാ പറയുന്നേ. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിരപ്പിന്റെ ശുശ്രൂഷ വലിയതാണ്. പുതിയ നിയമ സഭയ്ക്കകത്ത് അത് ഭവനത്തിൽ തുടങ്ങണം. ബന്ധങ്ങൾ ശിഥിലമാകുന്ന കാലം, മാതാപിതാക്കളെ സ്തോത്രം അതേ ആ നിലകളിൽ കാണാൻ കഴിയാത്ത കാലം, മക്കളെ അവഗണിക്കുന്ന കാലം, സഹോദര ബന്ധങ്ങൾ ശിഥിലമാകുന്ന കാലം, സ്തോത്രം ശുശ്രൂഷകന്മാർ തമ്മിൽ, ദൈവമക്കൾ തമ്മിൽ, കുടുംബക്കാർ തമ്മിൽ, ചാർച്ചക്കാർ തമ്മിൽ ദൃഢമാകേണ്ടുന്ന ബന്ധങ്ങളെല്ലാം ശിഥിലമാകുന്ന കാലത്ത് ഈ വചനം നിങ്ങൾക്ക് ഒരനുഗ്രഹമായിരിക്കട്ടെ പ്രിയരെ. നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. എന്റെ കർത്താവ് ഞാൻ ചെയ്ത തെറ്റെന്നോട് ക്ഷമിക്കണമെങ്കിൽ, ക്ഷമിച്ചെങ്കിൽ എന്നോട് ചെയ്തവരോട് ഞാൻ ക്ഷമിക്കാൻ തയ്യാറാകണം. ഇവിടെ ഞാൻ ക്ഷമിച്ചില്ല, അതുകൊണ്ട് ദൈവവും ക്ഷമിച്ചില്ല. ഞാൻ ഇണങ്ങിയില്ല, അതുകൊണ്ട് ദൈവം എന്നോട് ഇണങ്ങുന്നില്ല. ഈ വാക്യത്തിന്റെ പ്രസക്തി നിങ്ങൾ നോക്കണം. 1 യോഹന്നാൻ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, 4:20 കാണുന്ന സഹോദരനെ ആദ്യം നാം സ്നേഹിക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ തടവിലല്ലാത്തവർക്ക് പ്രാഗൽഭ്യത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു പ്രാർത്ഥന യേശു കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. അതേതാ? ഞാൻ അതോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഇന്നത്തെ ക്ലാസ്. യഥാർത്ഥത്തിൽ തടവിലല്ലാത്തവർക്ക് പ്രാർത്ഥിക്കാൻ, പ്രാഗൽഭ്യത്തോടെ പ്രാർത്ഥിക്കാൻ ആമേൻ കഴിയുന്ന ഒരു പ്രാർത്ഥന യേശു കർത്താവ് പഠിപ്പിച്ചു. അത് നമ്മൾ ആരും ചൊല്ലാറില്ല. നമ്മൾ ആർക്ക് വേണ്ടി വെച്ചേക്കാൻ നമുക്കറിയാലോ അല്ലേ? അവർക്ക് വേണ്ടി, അവർക്ക് ചൊല്ലാൻ വേണ്ടി വെച്ചേക്കുക അല്ലേ? അങ്ങനെ പറയാറ്. അത് നമ്മെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. പക്ഷെ യഥാർത്ഥത്തിൽ നാം ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനയത്, നാം ചൊല്ലേണ്ടുന്ന പ്രാർത്ഥന. പക്ഷേ നമ്മൾ എന്താ ചൊല്ലാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അത് ചൊല്ലാത്തതിന്റെ കാര്യം എന്നാണെന്നറിയാവോ? അത് ചൊല്ലാനുള്ള പ്രാഗൽഭ്യം നമുക്കില്ലെന്നുള്ളത്. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. ആ പ്രാർത്ഥന എന്താ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, അന്നുള്ള ആഹാരം ഞങ്ങൾക്ക് തരണം. ഇത്രയൊക്കെ അങ്ങ് നന്നായിട്ട് പ്രാർത്ഥിക്കും. പക്ഷെ അടുത്തൊരു വാചകം പ്രാർത്ഥിക്കാൻ നമുക്ക് പ്രാഗൽഭ്യം വേണം. എന്താ പ്രാർത്ഥന? ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ വലിയ ഒരു വിഷയമൊക്കെ എടുത്ത് നിങ്ങളെ അങ്ങ്
ഹീബ്രു ഭാഷയും ഗ്രീക്ക് ഭാഷയും ഒക്കെ പറഞ്ഞു പഠിപ്പിക്കുകയല്ലായിരുന്നു ഞാൻ. ലളിതമായ നിലയിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന പരാജയം എന്തുകൊണ്ട് വന്നു എന്ന് പച്ച മലയാളത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ എനിക്ക് കഴിയുന്നത് പോലെ ഞാൻ നിങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക. ഞാൻ നിങ്ങളോട് പറയാം, ആ യേശു പഠിപ്പിച്ച പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നമുക്ക് പ്രാഗൽഭ്യം വേണം. പ്രാഗൽഭ്യം ഇല്ലാത്തവൻ പറയും അത് കത്തോലിക്കർക്കുള്ളതാ, അത് യാക്കോബക്കാർക്കുള്ളതാ. നോ 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 നോ. ആമേൻ. ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവ പൈതലിനെ പ്രാഗൽഭ്യത്തോടെ പ്രാർത്ഥിക്കാൻ ഉള്ളൊരു പ്രാർത്ഥനയത്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങൾ ക്ഷമിച്ചതുപോലെ. അപ്പൊ അങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്നവർക്ക് ചൊല്ലാൻ പറ്റുന്ന പ്രാർത്ഥനയത്. ഒരുപക്ഷെ നിങ്ങൾ ആമേൻ മനസ്സോടെ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതിന്റെ നടുവിലും എനിക്ക് തെറ്റിപ്പോയി കർത്താവേ എന്ന് പറയാൻ ഈ കേൾക്കുന്ന ഒരാൾക്കെങ്കിലും മനസ്സുണ്ടായാൽ ഇന്നത്തെ ഈ ക്ലാസ് വിജയിച്ചു. ഇന്നത്തെ ഈ ക്ലാസ് വിജയിച്ചു. സ്തോത്രം. യഥാർത്ഥത്തിൽ തടവിലല്ലാത്തവർക്ക് പ്രാർത്ഥിക്കാൻ, പ്രാഗൽഭ്യത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു പ്രാർത്ഥന. എന്റെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ, ഞാൻ ക്ഷമിച്ചതുപോലെ എന്റെ കടങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. 18:34 ഇങ്ങനെ പറയുന്നത്, കടം വീട്ടുവോളം. എന്നാൽ അതിന്റെ അർത്ഥം എന്താ? കടം വീട്ടുവോളം ദണ്ഡനം അനുഭവിക്കേണ്ടി വരും. 18:34 കടം വീട്ടുവോളം. ആമേൻ. അതിന്റെ അർത്ഥം എന്താ? നിരപ്പ് പ്രാപിക്കുവോളം, ഇണങ്ങുവോളം. അതിന്റെ യഥാർത്ഥ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, കോപിക്കരുത്, മൂടാ എന്ന് പറയരുത്, അഗ്നി നരകത്തിന് യോഗ്യനാകും, ന്യായവിധി സഭയ്ക്ക് മുമ്പിൽ നിൽക്കും. എന്നിട്ട് പറയുന്നു സഹോദരനോട് നിരപ്പ് പ്രാപിക്കണം. എന്നിട്ട് അതിന്റെ താഴെ പറയുന്നു നിരപ്പ് പ്രാപിച്ചില്ലെങ്കിൽ നീ തടവിലാകും എന്നൊക്കെ പറയുമ്പം നിങ്ങൾ പെട്ടെന്ന് തടവിലാകും എന്നൊക്കെ പറയും. നിങ്ങളെ ആരോ പിടിച്ചു കെട്ടി കൊണ്ടുപോകുന്നല്ല, നിങ്ങൾ വീട്ടിൽ തന്നെ പാർക്കും. പക്ഷെ ജയിലിൽ പാർക്കുന്നത് പോലെ സന്തോഷമില്ല, സമാധാനമില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എന്നും ഞെരുക്കം, കിട്ടുന്നതൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇത് തന്നെയല്ലേ എല്ലായിടത്തും? എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും സുഖം ചെയ്യില്ല. മനസ്സിലായോ? കയറില്ലാതെ കെട്ടിയിടുക എന്നൊക്കെ പറയുന്നില്ലേ? ഇത് തന്നെയാ. എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഒന്നും നടക്കുന്നില്ല അല്ലെ? എന്നും നിരാശ. എന്താ കാര്യം? തടവിലായി പോയി. മടങ്ങി വരണം പ്രിയരെ. ആമേൻ, സ്തോത്രം. അങ്ങനെ ബന്ധിക്കപ്പെട്ട് കിടന്ന ശിംശോന്റെ മേൽ ദൈവശക്തി വന്നപ്പോൾ അവനെ ചേർത്ത് വെച്ച കുറ്റിയോടുകൂടെ അവൻ എന്ത് ചെയ്തു? അതിനെ പറിച്ചെടുത്തു. അവനെ ബന്ധിച്ച പച്ച കയറുകൊണ്ട് അവനെ ബന്ധിക്കാൻ കഴിഞ്ഞില്ല പ്രിയരെ. എന്താ കാര്യം? അവന്റെ മേലുള്ള അഭിഷേകം. ഇന്ന് ആരെങ്കിലും ആ നിലകളിൽ ഈ ഭൂമിയോട് ചേർത്ത് നിങ്ങളെ പച്ചക്കയറിൽ ആരെങ്കിലും കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും സാഹചര്യത്താൽ കെട്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആമേൻ, അതിനോട് ചേർത്ത് നിങ്ങളൊന്ന് ആഞ്ഞൊന്ന് എഴുന്നേറ്റ് നോക്ക്. ആമേൻ. അവന്റെ മേൽ വ്യാപരിക്കപ്പെട്ട, ശിംശോന്റെ മേൽ വ്യാപരിക്കപ്പെട്ട അഭിഷേകം നമ്മുടെ മേൽ ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഈ വചനം കേൾക്കുന്ന ഒത്തിരി പേര് ശ്രദ്ധയോടെ ഇരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ആമേൻ. സമയം ഇത്രയായിട്ടും ആമേൻ ഉള്ള ആളുകൾ ഇപ്പോഴും ഇതിനകത്തുണ്ട് എന്നുള്ളതിൽ സന്തോഷം. എന്താ കാര്യം? ആമേൻ, നിങ്ങൾക്ക് ആർക്കെങ്കിലും കർത്താവേ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എന്റെ ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്, തലമുറകളെ സംബന്ധിച്ച് ഒത്തിരി ആശകളുണ്ട്, പക്ഷേ ആമേൻ ആശ അറ്റുപോകുന്ന സാഹചര്യത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. എന്നാൽ ഇന്ന് രാത്രിയുടെ വേളയിൽ ഈ പ്രാർത്ഥനയിൽ, ഈ വചന ധ്യാനത്തിങ്കൽ, ഈ പഠനത്തിങ്കൽ എന്റെ മേൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണം. എന്നും ഞാൻ ഇങ്ങനെ ബന്ധിക്കപ്പെട്ട് തടവിലായി കിടക്കാനല്ലല്ലോ കർത്താവെ ആഗ്രഹിക്കുന്നത്. ആമേൻ. നാളുകളിൽ എന്റെ തലമുറകൾ എഴുന്നേൽക്കണമെങ്കിൽ, നാളുകളിൽ എന്റെ തലമുറകളെ തടവിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ഇന്ന് ഞാൻ എഴുന്നേൽക്കണമല്ലോ എന്നുള്ള ചിന്ത എത്ര പേർക്കുണ്ട്? ഞാൻ അവസാനിപ്പിക്കാൻ പോവുക ഈ ഭാഗം. എന്തുകൊണ്ട് നിരപ്പ് പ്രാപിക്കുന്നില്ല, ഇണങ്ങുന്നില്ല? ആമേൻ. അതിനൊറ്റ കാരണേ ഉള്ളൂ. ആമേൻ. കയ്പിന്റെ വേര്, ആമേൻ, നമ്മുടെ നീര് ഊറ്റി കുടിക്കുകയാണ്. ആമേൻ. നമുക്കറിയാം, ആമേൻ, ഇത്തിക്കണ്ണി എന്ന് പറയുന്ന ചെറിയ സാധനം നിങ്ങൾക്കറിയാലോ അല്ലെ? നിങ്ങളെല്ലാവരും വ്യത്യസ്ത ഇടങ്ങളിൽ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആ പേര് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്നറിയാം. വയനാട്ടിൽ ഞങ്ങൾ ഇത്തിക്കണ്ണി എന്ന് പറയും. അതൊരു മരത്തിൽ ഉണ്ടായാൽ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ ആ മരം എന്ത് ചെയ്യും? ഉണങ്ങിപ്പോകും. എന്താ കാര്യം? ചെറിയ ഒരു സാധനമാണെങ്കിലും അതിന്റെ നീരെല്ലാം ഊറ്റി കുടിച്ച് ആ വൃക്ഷത്തെ ഉണക്കിക്കളി എന്ന് പറഞ്ഞ പോലെ ക്ഷമിക്കാൻ കഴിയാത്ത നിന്റെ മനസ്സ്, നിരപ്പ് പ്രാപിക്കാൻ കഴിയാത്ത നിന്റെ മനസ്സ്, ഇണങ്ങാൻ കഴിയാത്ത നിന്റെ മനസ്സ്, സ്നേഹിക്കാൻ കഴിയാത്ത നിന്റെ മനസ്സ്, കരുതാൻ അനുവദിക്കാത്ത നിന്റെ മനസ്സ്,
ഇത് നിന്റെ നീരൂറ്റി കുടിക്കുമെന്ന് മാത്രമല്ല, നിന്റെ തലമുറകളെ പോലും ഉണക്കിക്കളയാൻ ആ ഇത്തിക്കണ്ണിക്ക്, ആ കയ്പിന്റെ വേരിന് ശക്തിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഈ രാത്രി ഒന്ന് ദൈവകരങ്ങളിൽ സമർപ്പിക്കാൻ പറ്റൂ. ഒന്ന് കണ്ണുകളെ ഒന്ന് അടച്ച് ഹൃദയങ്ങളെ ഒന്ന് ഏകാഗ്രമാക്കി ഒന്ന് ദൈവത്തോട് പറ, കർത്താവേ, ഞാൻ വലിയ കാര്യങ്ങളൊന്നും അല്ല കേട്ടത്, വളരെ ലളിതമായ നിലയിൽ ആമേൻ സ്തോത്രം, അതെ, മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ കേട്ട ഈ ആലോചനയ്ക്ക് മുൻപാകെ എന്നെ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ കരം എന്റെ മേലൊന്ന് വെളിപ്പെടുത്തണമേ, അങ്ങയുടെ കരുതൽ എന്റെ മേലൊന്ന് വെളിപ്പെടുത്തണമേ. ഈ വല്ലാത്ത കാലത്ത് ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ കർത്താവിന്റെ കൃപ വേണം. അപ്പൊ ആഗ്രഹിക്കുന്ന തലത്തിൽ ഞങ്ങൾക്ക് ചുവട് വെക്കാൻ പറ്റുന്നില്ല, ചിന്തിക്കുന്ന നിലയിൽ ഞങ്ങൾക്ക് മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല. ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്, ഒത്തിരി സ്വപ്നങ്ങളുണ്ട്, പക്ഷെ അത് യാഥാർത്ഥ്യമാകുന്നില്ല. എന്നാൽ ഇന്ന് ഈ കേട്ട വചനത്തിന് മുൻപാകെ തടവിൽ ആയിപ്പോയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആമീൻ. ഇണങ്ങാത്തത് കൊണ്ട്, അതേ, നിരപ്പിന്റെ ശുശ്രൂഷ പ്രാപിക്കാത്തത് കൊണ്ട് പലപ്പോഴും ഞാൻ പല ഇടങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിലും ഇന്ന് രാത്രിയിൽ എനിക്കൊരു മടങ്ങി വരവ് തരണമെന്ന് എത്ര പ്രിയമുള്ളവർ പ്രാർത്ഥിക്കും. ഇന്ന് നിന്റെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരും. ഈ വചനം ഒന്ന് ഏറ്റെടുത്ത് രാത്രി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? നീ കിടക്കുന്നതിന് മുമ്പ് നീ കടം വീട്ടാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, സാമ്പത്തികമല്ല ഞാൻ ഉദ്ദേശിച്ചേ, ക്ഷമിക്കാൻ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ, പൊറുക്കാനുണ്ടെങ്കിൽ, ആമേൻ സ്തോത്രം, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നിനക്ക് പറ്റുന്നില്ലേ? മാതാപിതാക്കളെ നോക്കേണ്ട ഉത്തരവാദിത്വം നിനക്കുണ്ട്, പക്ഷെ അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നീ തടവില. മക്കളെ സ്നേഹിക്കാൻ നിനക്ക് ഉത്തരവാദിത്വമുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റുന്ന തടവില്ല. ദൈവസഭയ്ക്കകത്ത് നിന്റെ ശുശ്രൂഷ ദൈവസഭ ആഗ്രഹിക്കുന്നു, നിനക്കത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, സമൂഹത്തിൽ നീ ചെയ്യേണ്ടത് നിനക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ഒരു മടങ്ങി വരവിന് വേണ്ടി ഒന്ന് ഏൽപ്പിക്കപ്പെട്ടാട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ നല്ല നിമിഷത്തിനായി സ്തോത്രം. ഈ സമയം വചനം കേട്ട തന്റെ ജനത്തിന്റെ മേല് തന്റെ ആത്മാവിനെ പകരണമേ. ഭവനത്തിന്റെ അകത്തളത്തിൽ സമാധാനമുണ്ടാകട്ടെ, സന്തോഷമുണ്ടാകട്ടെ, തലമുറകൾ അഭിവൃദ്ധിയിലേക്ക് നയിക്കപ്പെടട്ടെ. ഇത്തിക്കണ്ണി അതേ ചേർന്നിരിക്കുന്ന മരം ഉണങ്ങിപ്പോകുന്നത് പോലെ പല കുടുംബങ്ങളും പല തലമുറകളും മാതാപിതാക്കളും ഉണങ്ങിയിരിക്കുന്ന സാഹചര്യങ്ങൾ. എന്നാൽ അതിനെ പറിച്ചു കളയേണ്ടതിന്, ഓ ഹല്ലേലൂയ, അതിനെ പറിച്ചു കളയേണ്ടതിനൊരു ആത്മനിയോഗം ഇന്ന് രാത്രി ജനത്തിന്റെ മേൽ അങ്ങ് പകരണമേ കർത്താവേ. ഞങ്ങളത് വിശ്വസിക്കുകയാണ്. ഈ രാത്രി ദൈവം ഞങ്ങൾക്ക് അനുവദിച്ച് തന്നത് ഞങ്ങൾക്ക് മടങ്ങി വരാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയാണെന്ന് ഈ രാത്രി ഞങ്ങൾ തിരിച്ചറിയുന്നു. പിതാവേ, ഈ പഠന ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ പ്രിയമുള്ളവരെയും അപ്പച്ചന്റെ കരങ്ങളിൽ തരികയാണ്. രഹോബോത്ത് മിനിസ്ട്രിയെ കർത്താവ് അനുഗ്രഹിക്കണമേ. എല്ലാ മഹത്വവും പുകഴ്ചകളും പിതാവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.